എല്ലായ്പ്പോഴും മാറാത്ത ദൈവം നമ്മുടെ കൂടെയുണ്ട്. നമുക്ക് ഒരുമിച്ച് കർത്താവിന്റെ സന്നിധിയിൽ വിശ്വാസ പ്രഖ്യാപനങ്ങളെ ഏറ്റുപറഞ്ഞ് പ്രാർത്ഥിക്കാം. കൽവരി ക്രൂശിൽ കർത്താവ് എന്റെ പാപത്തെയും എന്റെ ശാപത്തെയും തന്റെ ശരീരത്തിൽ വഹിച്ചതിനാൽ ഞാൻ നീതിമാനും അനുഗ്രഹിക്കപ്പെട്ടവനുമാണ്. എന്റെ സഹായം ആകാശത്തെയും ഭൂമിയെയും ഉണ്ടാക്കിയ യഹോവയിൽ നിന്ന് വരുന്നു. യഹോവ എന്റെ ഇടയനാകുന്നു, എനിക്ക് ഒന്നിനും മുട്ടുണ്ടാകത്തില്ല. എന്റെ രോഗത്തെയും എന്റെ ദാരിദ്ര്യത്തെയും കർത്താവ് ക്രൂശിൽ വഹിച്ചതിനാൽ ഞാൻ സൗഖ്യത്തിലും സമ്പന്നതയിലുമാണ്. ഞാൻ വായ്പ വാങ്ങത്തില്ല, വാരി വിതറി കൊടുക്കും. എന്നെ ശക്തനാക്കുന്ന യേശുക്രിസ്തു മുഖാന്തരം ഞാൻ സകലത്തിലും ലോകം മുഴുവനും ഞാൻ മതിയായവനായിത്തീരും. പാമ്പുകളെയും തേളുകളെയും ശത്രുവിന്റെ സകല ബലത്തെയും ചവിട്ടുവാൻ കർത്താവ് എനിക്ക് അധികാരം തന്നിരിക്കുന്നു. ഒന്നും ഒരിക്കലും ഒരു ദോഷവും എനിക്ക് വരുത്തത്തില്ല. ഭൂലോകത്തിന്റെ അറ്റത്തോളം പോയി സകല സൃഷ്ടിയോടും സുവിശേഷം പ്രസംഗിപ്പാനും രോഗികളെ ഇന്ന് സൗഖ്യമാക്കുവാനും ഭൂതങ്ങളെ പുറത്താക്കുവാനും അത്ഭുതങ്ങളും അടയാളങ്ങളും എന്നിലൂടെ വരുവാൻ കർത്താവ് എന്നെ അഭിഷേകം ചെയ്തിരിക്കുന്നു. എന്റെ കൂടെ ഏറ്റു പറഞ്ഞവരെല്ലാവരും ആമേൻ പറഞ്ഞാട്ടെ. കർത്താവ് നമ്മുടെ കൂടെയുണ്ട്. കർത്താവിന്റെ വലിയ പ്രവൃത്തികൾ നമ്മുടെ നടുവിലുണ്ട്. ഞാൻ ഉറപ്പിച്ചു പറയുന്നു, ഇത് നമ്മുടെ സമയമാണ്. നമ്മുടെ ജീവിതത്തിൽ ദൈവം നമുക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന സമയമാണ്. എല്ലാവരും സൗണ്ട് മൈക്ക് മ്യൂട്ട് ചെയ്താട്ടെ. ആരാധന യേശുവേ. നന്ദി കർത്താവേ. നമുക്ക് ഒരുമിച്ച് ഇന്ന് പ്രാർത്ഥിക്കാം. വലിയ കാര്യങ്ങൾ കർത്താവ് നമ്മുടെ നടുവിൽ ചെയ്യും. ദൈവത്തിന്റെ മാറ്റമില്ലാത്ത വചനം ഓരോ ദിവസവും നിങ്ങളുടെ ജീവിതത്തിൽ, ഞാൻ ഉറപ്പിച്ചു പറയുന്ന ഏത് തകർന്ന അവസ്ഥയായിക്കോട്ടെ, ഒരിക്കലും രക്ഷപ്പെടത്തില്ലെന്ന് പറഞ്ഞ വിഷയമായിക്കോട്ടെ, കർത്താവിൽ വിശ്വസിച്ച് ദൈവവചനം കേട്ട് കൂട്ടായ്മ ആചരിക്കുന്ന വ്യക്തിയുടെ ചരിത്രം മാറും. നിങ്ങളുടെ ചരിത്രം മാറും. നിങ്ങളുടെ ജീവിത നിലവാരങ്ങൾ മാറും. ഇനി ഒരുമിച്ച് ഉറപ്പിച്ചാൽ പറയാം, നിങ്ങളുടെ വിദ്യാഭ്യാസം വിഷയമല്ല, കഴിവ് വിഷയമല്ല, നിങ്ങളുടെ യോഗ്യതകളൊന്നും വിഷയമല്ല, നിങ്ങളുടെ നിറവോ രൂപമോ നിങ്ങൾ ഏതും ആയിക്കോട്ടെ, അതൊന്നും അവിടെ വിഷയമല്ല. ഒറ്റ വിഷയമുള്ളൂ, കേൾക്കുന്ന വചനത്തെ ആരാണോ ഏറ്റെടുക്കുന്നത്, സ്വീകരിക്കുന്നവർ, സമയം കണ്ടെത്തുന്നവർ, അവരുടെ ജീവിതത്തിൽ ഈ വചനം പ്രവർത്തിക്കുക തന്നെ ചെയ്യും. പ്രാർത്ഥനയോടെ തന്നെ നമുക്ക് മുന്നോട്ട് പോകാം. എനിക്കറിയാം, ഇന്നും ദൈവകൃപയാൽ ദൈവത്തിന്റെ വലിയ സാക്ഷ്യങ്ങൾ നിങ്ങളുടെ നടുവിൽ കർത്താവ് ചെയ്യും. ഇന്നും കർത്താവിന്റെ വലിയ പ്രവൃത്തികൾ നമ്മുടെ നടുവിൽ കർത്താവിനാൽ ചെയ്യുക, സംഭവിക്കുക തന്നെ ചെയ്യും. നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. കർത്താവിന്റെ വലിയ കൃപ നമ്മുടെ നടുവിലുണ്ട്. വലിയ പ്രവൃത്തികളാൽ ദൈവം നമ്മളെ നിറയ്ക്കുവാൻ ഇന്ന് കർത്താവ് ശക്തീകരിക്കും. ഇന്നലെ കേട്ട വചനങ്ങൾ എന്താ സാഹചര്യം എന്നുള്ളത് ആരെങ്കിലും ഓർക്കുന്നുണ്ടോ? എന്താണ് സാഹചര്യം നിങ്ങൾ ആരെങ്കിലും ഓർക്കുന്നുണ്ടോ? നമ്മുടെ പ്രശ്നങ്ങൾ താൽക്കാലികം, അവയാൽ നാം വിശ്വാസത്താൽ ജയിക്കും. കാഴ്ചയാലല്ല, വിശ്വാസത്താൽ അത്രേ നടക്കുന്നത്. നമ്മൾ ഇന്നലെ അതെ, നമ്മൾ കാണുന്നതോ താൽക്കാലികം. നമ്മുടെ വിഷയങ്ങൾ സ്ട്രോങ് ആയി നിൽക്കുന്ന വിഷയങ്ങൾ സ്ട്രോങ് അല്ല കേട്ടോ. നമ്മൾ ചിന്തിക്കും, ബ്രദറെ ഇത് പാറ പോലെ ഉറച്ചിരിക്കുന്ന വിഷയം അല്ലല്ല. അത് മഞ്ഞ് പോലെ ഉരുകാൻ നിൽക്കുന്നതാ. അതിന് കട്ടി ഉണ്ടെന്നേ ഉള്ളൂ, പക്ഷെ നിലനിൽക്കുന്നത് ഒന്നാണ്. പാറ പോലെ നിൽക്കുന്നത് ഒന്നേ ഉള്ളൂ, ദൈവത്തിന്റെ വചനം. അതാണ് നമ്മുടെ ജീവിതത്തിൽ കാണാൻ പോകുന്നത്. അതിന് വിരോധമായിട്ട് എന്ത് വന്നാലും നിങ്ങൾ ഒന്നും ചെയ്യണ്ട, കർത്താവ് അത് ചെയ്തോളും. ഞാൻ കഴിഞ്ഞ ദിവസം ഒരു വാക്ക് പറഞ്ഞു, നമ്മൾ വചനം പറയുമ്പോൾ അവിടെ എന്താ സംഭവിക്കുന്നത്? ഓർമ്മയുണ്ട്, ഒരു വാക്ക് ഞാൻ പറഞ്ഞായിരുന്നു. വചനത്തിന്റെ ശക്തിയാൽ വിശ്വാസനെ മറികടക്കും. ഞാൻ വചനം പറയുമ്പോൾ അവിടെ ഒരു കാര്യം സംഭവിക്കും. നമ്മൾ വചനം പറയുമ്പോൾ അവിടെ ഒരു സംഭവം ഉണ്ടാകുന്നുണ്ടെന്ന് ഞാൻ പറഞ്ഞായിരുന്നു. എന്നാന്ന് ഓർക്കുന്നുണ്ടോ? പ്രശ്നങ്ങളുടെ മേൽ വചനം പ്രവർത്തിക്കാൻ തുടങ്ങും. അതല്ല, വിശ്വാസം. നമ്മൾ വചനം പറയുമ്പോൾ നമ്മുടെ വിഷയത്തിലേക്ക് നമ്മൾ ആരെ കൊണ്ടുവരുവാന്ന് പറഞ്ഞത്? ദൈവത്തെ കൊണ്ടുവരും. ആമേൻ. അത് മറക്കരുത്. നമ്മുടെ വിഷയത്തിലേക്ക് നമ്മൾ ദൈവത്തെ കൊണ്ടുവരുന്ന ഏക മാർഗം കർത്താവിന്റെ വചനത്തിലൂടെയാണ്. എന്തുകൊണ്ടെന്നാൽ യോഹന്നാൻ ശ്ലീഹായുടെ സുവിശേഷം പറയുന്നു, വചനം ദൈവമാണ്. നമ്മുടെ കുടുംബത്തിൽ വചനം വിളിച്ചു പറഞ്ഞാൽ ദൈവം വരികയാണ്. നിങ്ങളുടെ ജീവിതത്തെ നോക്കിയിട്ട് വചനം വിളിച്ചു പറഞ്ഞാൽ ദൈവം വരികയാണ്. നിങ്ങളുടെ വിഷയത്തിന്റെ നടുവിൽ നിന്നുകൊണ്ട് ആ വിഷയവുമായി ബന്ധപ്പെട്ട വചനം പറഞ്ഞാൽ ദൈവം ഇടപെടുകയാണ്. ദൈവം ഇറങ്ങി വന്നാൽ, ഞാൻ ഉദാഹരണം പറഞ്ഞു, വെയിറ്റ് ഉള്ള ഒരു വസ്തുവിന്റെ എടുത്ത് വെയിറ്റ് ഇല്ലാത്തൊരു വസ്തുവിന്റെ മേലേക്ക് വെച്ചാൽ അത് തവിട് പൊടിയായി പോകുന്നത് പോലെ കർത്താവ് ഇറങ്ങി വന്നാൽ നിങ്ങളുടെ വിഷയങ്ങളൊക്കെയും പൊട്ടിത്തകർന്ന് മാറിപ്പോവുക തന്നെ ചെയ്യും. ആമേൻ. ഇന്നലെ കേട്ട അത്ഭുതകരമായ സാക്ഷ്യങ്ങൾ അതിന് നമ്മളെ ഉറപ്പിക്കുന്നതാണ്. ഇന്നലെ വചനം കഴിഞ്ഞപ്പോൾ നമ്മൾ ഇന്നലെ കേട്ടു, സാക്ഷ്യങ്ങളാൽ നമ്മൾ ബലപ്പെട്ടു, അല്ലേ?
ഗൗരി പറഞ്ഞതുപോലെ 25 വർഷമായിട്ട് അലർജി സംബന്ധ വിഷയങ്ങൾ എത്രയോ സാക്ഷ്യങ്ങൾ നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നു. അപ്പൊ കർത്താവിന്റെ വചനം വെയിറ്റ് ഉള്ളതാണ്. അത് വെയിറ്റ് ഇല്ലാത്ത നിങ്ങളുടെ വിഷയത്തിന്റെ മേൽ നിങ്ങൾക്ക് വെയിറ്റ് ആയിട്ട് തോന്നും, പക്ഷെ അത് വെയിറ്റ് അല്ല എന്ന് എപ്പോഴാണ് മനസ്സിലാവുന്നല്ല അറിയാവോ? ദൈവം ഇറങ്ങുമ്പോൾ മനസ്സിലാവും, അയ്യോ ഇതിന് വെയിറ്റ് ഇല്ലായിരുന്നു, ഇത് ലൈറ്റ് വെയിറ്റ് ആയിരുന്നു, ഇത് പൊട്ടാൻ നിൽക്കുന്നതായിരുന്നു. എനിക്ക് അപ്പോഴാണ് മനസ്സിലായത് യേശു ജീവിക്കുന്നു. നമുക്കിന്നും പ്രാർത്ഥനയോടെ തന്നെ കർത്താവിന്റെ തിരുസന്നിധിയിൽ മുന്നോട്ട് പോകാം. ധൈര്യപ്പെടുക, കർത്താവ് കൂടെയുണ്ട്, തകർന്നു പോകത്തില്ല കേട്ടോ. നമുക്ക് കേൾക്കാം വചനങ്ങൾ. കർത്താവ് നമ്മളെ ശക്തീകരിക്കുന്നല്ലോ, ദൈവം നമ്മളെ ബലപ്പെടുത്തുന്നല്ലോ. ഇന്നത്തെ അനുഗ്രഹത്തിനായി ഞാനൊരു വാക്യം നിങ്ങൾക്ക് വായിക്കാം. എല്ലാവർക്കും ഈ വാക്യം കാണാൻ പറ്റുന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഞാൻ ആ വാക്യം ഒന്ന് വായിക്കാം. ഇവിടെ നമ്മൾ വായിക്കാൻ പോകുന്ന കൊരിന്ത്യർക്ക് എഴുതിയ ലേഖനമാണ്. 2 കൊരിന്ത്യർക്ക് എഴുതിയ ലേഖനം 3-ാം അധ്യായത്തിന്റെ 15 മുതലുള്ള വാക്യങ്ങളാണ്. അവിടെ എങ്ങനെയാണ് പറഞ്ഞിരിക്കുന്നത്? മോശയുടെ പുസ്തകം വായിക്കുമ്പോഴൊക്കെയും ഇന്നയോളം അവരുടെ ഹൃദയത്തിൽ കിടക്കുന്നു. അതായത് പഴയ നിയമ ന്യായപ്രമാണ കൽപ്പനകളെ പറ്റിയാണ് ഇവിടെ മോശയുടെ പുസ്തകങ്ങൾ എന്ന് പറഞ്ഞിരിക്കുന്നത്. ഇന്ന് നമ്മൾ അതിനെപ്പറ്റി കൂടുതൽ പോകുന്നില്ല. ഇന്ന് നമ്മൾ ഒറ്റ വാക്യം ഇതിൻ്റെ അകത്തു നിന്നും ഈ ഒരൊറ്റ വചനത്തിലേക്ക് നമ്മളൊന്ന് തിരിയാൻ വേണ്ടി പോവാണ്. 16-ാം വാക്യത്തിലേക്ക് ഇങ്ങനെ പറഞ്ഞിരിക്കുന്നത്: കർത്താവിലേക്ക് തിരിയുമ്പോഴോ മൂടുപടം നീങ്ങിപ്പോകും, കർത്താവ് ആത്മാവാകുന്നു, കർത്താവിന്റെ ആത്മാവുള്ളോടത്ത് സ്വാതന്ത്ര്യം ഉണ്ട്. ആമേൻ. ഇവിടെ നിങ്ങൾ ശ്രദ്ധിച്ചോണം, ഒരു പ്രത്യേകതയുണ്ട്. ഇവിടെ ന്യായപ്രമാണം എന്ന് പഴയ നിയമം നിങ്ങൾ വായിക്കുമ്പോൾ ഒരു ന്യായപ്രമാണം കാണാൻ പറ്റും, കൽപ്പനകൾ കാണാൻ പറ്റും. ഞാൻ പഴയ നിയമത്തെ പറ്റി ഒറ്റ വാക്കിൽ പറയാറുണ്ട്: പ്രവർത്തിച്ച അനുഗ്രഹത്തെ നേടുക, ഇതാണ് പഴയ നിയമം. ഇത് ചെയ്താൽ നീ അനുഗ്രഹിക്കപ്പെടും, ഇത് ചെയ്തില്ലെങ്കിൽ നീ ശപിക്കപ്പെട്ടു. എന്നാൽ പഴയ നിയമം വായിക്കുന്ന സമയത്ത് നമുക്ക് കാണാൻ പറ്റും, പുതിയ നിയമത്തിൽ എടുത്തു പറഞ്ഞിട്ടുണ്ട്, നീതിമാൻ ആരുമില്ല. അതായത് ചെയ്ത് അനുഗ്രഹിക്കപ്പെട്ട ആരെയും അവിടെ കാണാൻ പറ്റത്തില്ല. പകരം പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ അവരും വിശ്വാസത്താലാണ് ദൈവസന്നിധിയിൽ ചേർക്കപ്പെടുന്നത്. എന്നാൽ ഇവിടെ ഈ വാക്യം ശ്രദ്ധിച്ചോണം. കർത്താവിലേക്ക് തിരിയുമ്പോൾ നമ്മൾ പലപ്പോഴും പറയുന്ന ഒരു വാക്കാണ്. പലരുടെയും ചോദ്യങ്ങൾ നമ്മൾ പലതവണ ഈ വചനങ്ങൾ പറഞ്ഞിട്ടുണ്ട്, ഈ വാക്കുകൾ പറഞ്ഞിട്ടുണ്ട്. ദൈവത്തോടടുക്കുമ്പോൾ പ്രശ്നങ്ങൾ കൂടും എന്ന പിശാചിന്റെ ഒരു പഠിപ്പീര് ലോകത്തിലുണ്ട്. അപ്പൊ നിങ്ങൾ ചിന്തിക്കും, ബ്രദറെ അങ്ങനെയല്ല, ഞങ്ങൾ കേട്ടേക്കുന്നത് പല സുവിശേഷകരും പറയുന്നതാണ്. ഞാൻ വീണ്ടും പറയുന്നു, പിശാചിന്റെ ഒരു ഉപദേശമാണ്. ദൈവത്തിന്റെ അടുക്കലേക്ക് വരുമ്പോൾ പ്രശ്നം കൂടും. ഞാൻ പലപ്പോഴും ചോദിക്കുന്നതാണ്, എങ്കിലും ഒരു ചോദ്യം ചോദിക്കണം. നിങ്ങൾ ആരെങ്കിലും അങ്ങനെ ഒരു പ്രസംഗമോ അങ്ങനെ ഒരു വാക്കോ കേട്ടിട്ടുള്ളവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് പ്രതികരിച്ചു. ഉണ്ടെങ്കിൽ ഉണ്ടെന്ന് പറ, ഇല്ലെങ്കിൽ ഇല്ല. ഞാനത് കേട്ടിട്ടുണ്ട് ബ്രദറെ. ഇഷ്ടംപോലെ ഉണ്ട് 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 ഇഷ്ടം പോലെ. അപ്പം ചിലര് പറയും ദൈവത്തോട് അടുത്തു വരുമ്പോൾ പ്രശ്നങ്ങൾ കൂടും. എന്നാൽ ശ്രദ്ധിച്ചു കേട്ടോണം, തെറ്റായ പിശാചിന്റെ ഒരു ഉപദേശം. അപ്പൊ നിങ്ങൾ എന്തൊക്കെയും ബ്രദറെ അതെങ്ങനെയാണ് തെറ്റാകുന്നത്? ഞാൻ ചോദിക്കാം, പ്രശ്നങ്ങൾ കൊണ്ടുവരുന്ന ആളാരാ? ബൈബിളിൽ ഒരു വാക്യമുണ്ട്, യോഹന്നാൻ ശ്ലീഹായുടെ സുവിശേഷം. പെട്ടെന്ന് എടുത്ത് ആ വാക്യം ഒന്ന് കാണിക്കാൻ പറ്റുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ ആ വാക്യം പറയാം, ഒന്ന് തപ്പിക്കോണം. യേശു ഇങ്ങനെ പറഞ്ഞത്, യോഹന്നാന്റെ സുവിശേഷം 10-ാം അധ്യായത്തിലാണ് ആ വാക്യം. യേശു പറഞ്ഞു, അറക്കാനും മുടിക്കാനും മോഷ്ടിക്കാനും അല്ലാതെ കള്ളൻ വരുന്നില്ല. ഞാൻ വന്നിരിക്കുന്നതോ സമൃദ്ധി ഉണ്ടാകാനും ജീവൻ ഉണ്ടാകാനും സമൃദ്ധിയായ ജീവൻ ഉണ്ടാകാനും അത്രേ. ആ വാക്യം കണ്ടുപിടിച്ചാൽ യോഹന്നാന്റെ സുവിശേഷം 10-ാം അധ്യായത്തിലാണ്. വേഗത്തിൽ കണ്ടുപിടിക്കുന്ന ആളൊന്ന് കമന്റ് ചെയ്യണം. അപ്പൊ ശ്രദ്ധിച്ചോണം, പിശാചിനെ പറ്റി പറയുകയാണ്. അവൻ വരുന്നത് എന്തിനു വേണ്ടിയാണ്? അറക്കാനും മുടിപ്പിക്കാനും മോഷ്ടിക്കാനും. ഈ വാക്കിന്റെ അർത്ഥങ്ങൾ നിങ്ങൾക്ക് അറിയാവോ? എന്താണ് ഈ മുടിപ്പിക്കുക എന്ന് പറഞ്ഞ? ആർക്കറിയാം അറിയോ മുടിപ്പിക്കുക എന്ന് പറഞ്ഞ? 10-ാമത്തെ വാക്യമാണ്. അപ്പൊ യോഹന്നാൻ ശ്ലീഹായുടെ സുവിശേഷം 10-ാം അധ്യായത്തിന്റെ അജിദാസ് സ്റ്റുഡിയോണ്ട് 10-ന്റെ-10 ഞാൻ നിങ്ങളെ ആ വാക്യം കാണിക്കാം. ആ വാക്യം യോഹന്നാന്റെ സുവിശേഷം 10-ന്റെ-10 10-ന്റെ-10 ആ വാക്യം. ഞാൻ ആ വാക്യം ഒന്ന് കാണിക്കും. ഇവിടെ ശ്രദ്ധിച്ചോണം, ആരുടെ അടുക്കലേക്ക് വരുമ്പോഴാണ് നാശം ഉണ്ടാകുന്നതെന്ന് കേട്ടോണം. യോഹന്നാൻ 10-ന്റെ-10 ഞാൻ നിങ്ങളെ ആ വാക്യം കാണിക്കാം. നിങ്ങൾ എല്ലാവരും സൗണ്ട് മൈക്ക് മ്യൂട്ട് ചെയ്താട്ടെ. എവിടെയാണ് നമുക്ക് എങ്ങനെയാണ് നമ്മുടെ പ്രശ്നങ്ങൾ മാറിപ്പോകുന്നത് എന്നുള്ളത് നമുക്ക് വ്യക്തമായി മനസ്സിലാക്കി. ഇത് കേട്ടിട്ട് നിങ്ങളൊന്ന് പ്രാർത്ഥിച്ചാൽ, ഈ വചനത്തിന് ശേഷം നിങ്ങളൊന്ന് ആമേൻ പറഞ്ഞാൽ, ഇതിന് ശേഷം നിങ്ങളൊന്ന് കർത്താവിനെ വിളിക്കാൻ തുടങ്ങിയാൽ ഞാൻ ഉറപ്പിച്ചു പറയുന്നു, നിങ്ങളുടെ ജീവിതത്തിന്റെ അകത്ത് കർത്താവിന്റെ പ്രവൃത്തി കാണാൻ പറ്റും. ഈ വാക്യം വായിക്കാൻ പറ്റുന്ന ഒരാളൊന്ന് വായിച്ച് യോഹന്നാൻ 10-ന്റെ-10. മോഷ്ടിപ്പാനും അറുപ്പാനും കുടിപ്പാനും അല്ലാതെ കള്ളൻ വരുന്നില്ല. അവർക്ക് ജീവൻ ഉണ്ടാകുവാനും സമൃദ്ധിയായിട്ട് ഉണ്ടാകുവാനും അത്രേ ഞാൻ വന്നിരിക്കുന്നത്. മതി. ഈ വാക്യം ശ്രദ്ധിച്ചോണം. ഇവിടെ പറയുകയാണ് മോഷ്ടിപ്പാനും അറക്കാനും മുടിപ്പിക്കാനും. നമ്മൾ പറയത്തില്ല, അത് മുഴുവൻ മുടിപ്പിച്ചു കളഞ്ഞു. അപ്പൊ ഈ മുടിപ്പിക്കുന്നതും അറുത്ത് കളയുന്നതും മോഷ്ടിക്കുന്നതും ഇവിടെ ആരെ പറ്റിയാ പറഞ്ഞേക്കുന്നത്? യേശു ആരെ പറ്റിയാ പറഞ്ഞേക്കുന്നത്?
പിശാചിനെ പറ്റി. ഇപ്പൊ നിൽക്കുവാൻ അപ്പൊ ദൈവത്തോട് അടുക്കുമ്പം മുടിപ്പീരുണ്ടാകും, പ്രശ്നങ്ങളുണ്ടാകും, തകർച്ചയുണ്ടാകും, പ്രശ്നങ്ങളുണ്ടാകും എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ബൈബിൾ വ്യക്തമായിട്ട് പറയുന്നു നിങ്ങളെ തെറ്റിദ്ധരിപ്പിച്ചേക്കുക പിശാച്. നമ്മൾ ചിന്തിക്കുന്നത് എന്താണെന്ന് പറയുന്നത്, നമ്മൾ ഏതെങ്കിലും വിഷയമായിട്ട് ദൈവസന്നിധി ചെന്ന സമയത്ത് നമ്മൾ പ്രാർത്ഥിച്ചു പക്ഷെ വിഷയം മാറിയില്ല, വേറെ ഏതൊരു വിഷയം കൂടെ വന്നു. ഉടനെ പിശാച് നമ്മുടെ മനസ്സിൽ കണ്ടോ ആകെ ഒരു വിഷയം ഉണ്ടായിരുന്നുള്ളൂ, ഇപ്പൊ അത് 2 വിഷയമായി. അപ്പൊ ആരോ വന്നിട്ട് നമ്മുടെ ഉള്ളിൽ പിശാചിന്റെ ആത്മാവുള്ള, പിശാച് ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ആരെങ്കിലും വന്നിട്ട് പറയും കണ്ടോ നിനക്ക് ഒരു വിഷയം ഉണ്ടായിരുന്നുള്ളൂ, ദൈവത്തോട് പ്രാർത്ഥിച്ച സമയത്ത് 2 വിഷയം കൂടെ വന്നു. ഉടനെ അയാൾ ഒരു കൂട്ടി ഒരു സാധനം കൂടെ യോജിപ്പിക്കും. ഇതാണ് സഹനത്തിന്റെ മാർഗം. അപ്പൊ നമ്മൾ ശരിയാ അന്ന് എനിക്ക് ഒരു വിഷയം ഉണ്ടായിരുന്നുള്ളൂ, ദൈവം എനിക്ക് 2 വിഷയം തന്നു, ഇപ്പൊ അത് 3 വിഷയമായി. ഞാൻ വീണ്ടും എപ്പോഴും പറയാൻ ഒരു വാക്കുണ്ട്, ലോകത്തിൽ കഷ്ടമുണ്ട്, എന്നാൽ ധൈര്യപ്പെടുവിൻ. യേശു പറഞ്ഞ വാക്ക് ധൈര്യപ്പെടുവിൻ, ഞാൻ ലോകത്തെ ജയിച്ചിരിക്കുന്നു. ഇപ്പൊ മനസ്സിലായോ? ലോകത്തിൽ പ്രശ്നങ്ങളുണ്ട്. ലോകത്തിൽ ജീവിക്കുന്ന നിങ്ങൾ കോവിഡ് വന്ന സമയത്ത് നിങ്ങൾക്ക് ലോക്ക്ഡൌൺ വന്നില്ലേ? നിങ്ങളുടെ അവിടെയും ക്വാറന്റൈൻ വന്നില്ലേ? നിങ്ങൾക്കും കോവിഡ് ടെസ്റ്റ് വന്നില്ലേ? നിങ്ങൾക്കും വാക്സിൻ എടുക്കേണ്ടി വന്നില്ലേ? അപ്പൊ നിങ്ങൾ മാത്രം, ഞാനൊരു വിശ്വാസിയാന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങൾക്ക് ഒരിക്കലും വിശ്വാസികളുടെ വീടിന്റെ അടുത്ത് നമുക്ക് ക്വാറന്റൈൻ ചെയ്യണ്ട, വിശ്വാസികൾക്ക് നമുക്കിനി കോവിഡ് ടെസ്റ്റ് ഒന്നും വേണ്ട എന്നും പറഞ്ഞുകൊണ്ട് അവരാരെയും മാറ്റി വെച്ചു. ഞാൻ ആ ടൈമിൽ, കോവിഡ് കഴിഞ്ഞ ടൈമിലാണ് ഞാൻ യാത്ര ചെയ്തത്. അപ്പൊ എയർപോർട്ടിൽ ചെന്നപ്പോൾ മസ്റ്റ് ആയിട്ടും ചോദിച്ചു എവിടെ കോവിഡ് ചെയ്ത ടെസ്റ്റിന്റെ പേപ്പർ കാണിക്കാൻ പറഞ്ഞു, എവിടെ വാക്സിൻ എടുത്ത പേപ്പർ കാണിക്കാൻ പറഞ്ഞു. അപ്പൊ ഞാനൊരു വിശ്വാസിയാന്ന് പറഞ്ഞുകൊണ്ട് എനിക്ക് ഒഴിവാക്കാൻ കഴിയത്തില്ല. അപ്പൊ ലോകത്തിൽ ഇതെല്ലാം ഉണ്ട്. ഇവിടെ ബൈബിൾ പറയുന്നു അറക്കാനും മുടിക്കാനും മോഷ്ടിക്കാനുമാണ് പിശാച് വരുന്നത്. പക്ഷെ ബൈബിൾ പറയുന്നു ജീവൻ ഉണ്ടാകാൻ, ശ്രദ്ധിച്ച്, ജീവൻ ഉണ്ടാകാനും സമൃദ്ധിയായിട്ടുണ്ടാകുവാനും അത്രേ ഞാൻ വന്നിരിക്കുന്നത്. അപ്പം കർത്താവിലേക്ക് വരുമ്പോൾ എന്തൊക്കെയാ ഉണ്ടാകുന്നത്? ജീവൻ ഉണ്ടാകും. അത് മാത്രമാണോ? പിന്നെയോ സമൃദ്ധി. കണ്ടോ, സമൃദ്ധി ഉണ്ടാകും. സമൃദ്ധി. ഇപ്പൊ മനസ്സിലായി? അപ്പൊ ദൈവത്തോട് അടുക്കുമ്പോൾ നമുക്ക് എന്തുണ്ടാവും? ഉണ്ടാവും, സമൃദ്ധി ഉണ്ടാവും. ഇപ്പൊ മനസ്സിലായോ? ഇപ്പൊ നിങ്ങളുടെ മനസ്സിൽ ഇപ്പൊ മനസ്സിലുണ്ട്. അതുകൊണ്ടാണ് പല ആൾക്കാരും കൂടുതൽ പ്രാർത്ഥിക്കാത്തത്. അതുകൊണ്ടാണ് ചില ആൾക്കാർ പ്രാർത്ഥനയ്ക്ക് വരുമ്പം അവർക്ക് പേടിയാ. കാര്യം ദൈവത്തോട് കൂടുതൽ അടുത്താൽ നമ്മുടെ മനസ്സിലോട്ട് പിശാച് കൂടുതൽ അടുക്കരുത്. കാര്യം നിങ്ങൾ ദൈവത്തോട് കൂടുതൽ അടുത്താൽ എന്നെ കുഴപ്പമെന്ന് വെച്ചാൽ അവന് പിന്നെ അറക്കാൻ പറ്റത്തില്ല, അവന് നിങ്ങളെ മുടിപ്പിക്കാൻ പറ്റത്തില്ല, അവന് നിങ്ങളെ ഒന്നും മോഷ്ടിക്കാൻ പറ്റത്തില്ല. അതെന്തുകൊണ്ടാന്നുള്ളത് നമ്മൾ അടുത്ത വാക്യത്തിലൂടെ മനസ്സിലാക്കി. ഇപ്പൊ നിങ്ങളുടെ മനസ്സിലേക്ക് ഇത് വന്നിട്ടുണ്ടല്ലോ. ഈ വചനം എടുക്കുമ്പോഴൊക്കെ നമുക്ക് ഈ മനസ്സിലേക്ക് ഇത് വരും. അപ്പൊ ബൈബിൾ പറയുന്നത് കർത്താവിലേക്ക് തിരിയുമ്പോൾ മൂടുപടം നീങ്ങിപ്പോകും. കർത്താവ് ആത്മാവാകുന്നു, ആത്മാവുള്ളോടത്ത് സ്വാതന്ത്ര്യമുണ്ട്. ഇവിടെ ശ്രദ്ധിച്ചോണം, എന്താണ് ഈ ആത്മാവ് എന്ന് പറഞ്ഞാൽ? ദൈവം ആത്മാവാണ്. അതായത് ദൈവം ഒരു സ്പിരിറ്റ് ആണ്. നമുക്ക് ഈ ആത്മാവെന്ന് പറഞ്ഞാൽ നമ്മുടെ മനസ്സിലേക്ക് പെട്ടെന്ന് വരുന്ന പ്രേതം, ഭൂതം എന്നൊക്കെയാണ് നമ്മുടെ മനസ്സിലേക്ക് വരുന്നത്, അല്ലെ? ഇവിടെ സ്പിരിറ്റ് എന്ന വാക്കാ പറയുന്നത്. സ്പിരിറ്റിന് ഒരു പ്രത്യേകത, ലിമിറ്റ് ഇല്ല. ഇപ്പൊ ഒരു മുറിയിൽ നിന്നും മറ്റൊരു മുറിയിലേക്ക് പ്രവേശിക്കണമെങ്കിൽ ആ ഡോറ് തുറന്നതിന് ശേഷമേ എന്ത് ചെയ്യാൻ പറ്റത്തുള്ളൂ? പ്രവേശിക്കാൻ പറ്റത്തുള്ളൂ. പക്ഷെ ഒരു സ്പിരിറ്റിന് ആ മുറിയിൽ നിന്നും മറ്റൊരു മുറിയിലേക്ക് ഒരാത്മാവിന് സഞ്ചരിക്കണമെങ്കിൽ ഇതൊന്നും ആവശ്യമില്ല. ഒന്നുകൂടെ ഞാൻ പറയാം, ആത്മാവിന് തടസ്സങ്ങളില്ല, മനുഷ്യന് തടസ്സമുണ്ട്, ആത്മാവിന് തടസ്സമില്ല. ബൈബിൾ പറയും ദൈവം ആത്മാവാകുന്നു. അതിൻ്റെ അർത്ഥം ദൈവത്തിന് എവിടെയും വരാം, എങ്ങനെയും വരാം, ഏത് സമയത്തും വരാം. ദൈവത്തിന് ബ്ലോക്ക് ഇല്ല, ദൈവത്തിന് ലിമിറ്റേഷൻ ഇല്ല, ദൈവത്തിന് തടസ്സങ്ങളില്ല. കാര്യം ദൈവം ആത്മാവാകുന്നു. ദൈവത്തെ ബ്ലോക്ക് ചെയ്യാൻ കഴിയത്തില്ല. നിങ്ങളിപ്പം ഒരു മുറി മൊത്തം അടച്ചു പൂട്ടി കസേരയും കട്ടിലും അലമാരിയും എല്ലാം വെച്ച് ഡോറ് ബ്ലോക്ക് ചെയ്ത് വലിയ ആമത്താഴിട്ട് പൂട്ടി അവിടെ വലിയ പശ വെച്ച് ഒട്ടിച്ച് അത് മൊത്തം ക്ലീൻ ആക്കി വെച്ചാലും ദൈവം അകത്ത് വരും. കാര്യം ദൈവം ആത്മാവാകുന്നു. അപ്പൊ ഇത് നിങ്ങളുടെ മനസ്സിലുണ്ടായിരിക്കണം. കർത്താവിലേക്ക് തിരിയുമ്പോൾ മൂടുപടം നീങ്ങിയ മുഖത്ത് കർത്താവ് ആത്മാവാകുന്നു, കർത്താവിന്റെ ആത്മാവുള്ളോടത്ത് സ്വാതന്ത്ര്യമുണ്ട്. നമുക്കൊരു പരിധിക്കപ്പുറം സമാധാനത്തോടെ ഇരിക്കാൻ പറ്റുന്നില്ല, സന്തോഷിക്കാൻ പറ്റുന്നില്ല, അനുഗ്രഹം അനുഭവിക്കാൻ പറ്റുന്ന അതിന്റെ കാര്യം എന്തെന്നറിയാവോ? സ്വാതന്ത്ര്യം ഇല്ലാഞ്ഞിട്ടാ. എന്നാൽ ഇന്ന് ഈ വചനത്താൽ ഞാൻ പറയുന്നു, നിങ്ങൾ സമാധാനത്തോടെ സന്തോഷത്തോടെ കർത്താവിനെ സ്തുതിക്കാൻ വേണ്ടി പോവുകയാണ്. എന്തുകൊണ്ടെന്നാൽ ആത്മാവാകുന്ന കർത്താവുള്ളവന് സ്വാതന്ത്ര്യമുണ്ട്, അവനെ ബന്ധിക്കുവാൻ കഴിയത്തില്ല. ഞാൻ ഒന്നുകൂടെ പറയാം, ബ്ലോക്ക് ചെയ്യുവാൻ കഴിയത്തില്ല. എന്റെ കൂടെ പറഞ്ഞോട്ടോ, എന്നെ ബ്ലോക്ക് ചെയ്യുവാൻ കഴിയത്തില്ലെന്ന് പറ. എന്നെ ബ്ലോക്ക് ബ്ലോക്ക് ചെയ്യുവാൻ കഴിയത്തില്ല. കാര്യം എന്റെ കൂടെ ആത്മാവാകുന്ന ദൈവമുണ്ട്. ഈ ആത്മാവാകുന്ന ദൈവം, ദൈവം ആത്മാവാണ്.
നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? യേശു ക്രിസ്തു ഭൂമിയിൽ ശുശ്രൂഷിക്കുന്ന സമയത്തെല്ലാം നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി, ഒരേ സമയം കർത്താവ് പല സമയത്ത് ശിഷ്യന്മാരുടെ കൂടെ യാത്ര ചെയ്യുമ്പോൾ അവരുടെ കൂടെ തോളോട് തോൾ യാത്ര ചെയ്ത്, പക്ഷെ കർത്താവ് മരിച്ചടക്കപ്പെട്ട് ഉയർത്തതിന് ശേഷം അപ്പോസ്തല പ്രവൃത്തി വായിക്കുന്ന സമയത്ത് അവർ വാതിൽ അടച്ചിട്ടിരിക്കുക. പെട്ടെന്ന് യോഹന്നാൻ സുവിശേഷത്തിൽ പറഞ്ഞു, പെട്ടെന്ന് യേശു ക്രിസ്തു അകത്തേക്ക് വന്നിട്ട് പറഞ്ഞു, നിങ്ങൾക്ക് സമാധാനം. അവിടെ വ്യക്തമായിട്ട് പറയുന്നു, വാതിൽ അടച്ചിട്ടേക്കുക. വാതിൽ അടച്ചിട്ട വാതിൽ തുറക്കാതെ യേശു അകത്തോട്ട് വന്നു. ഇതിൽ നിന്ന് തന്നെ കാണുന്ന അറിയാവോ, കർത്താവ് യഥാർത്ഥത്തിൽ ഭൂമിയിൽ മനുഷ്യരൂപത്തിൽ വന്നേ ഉള്ളൂ. യേശു ക്രിസ്തു ആത്മാവാകുന്ന ദൈവമാണ്. കർത്താവിനെ എവിടെയും വരെ ഞാൻ ഉറപ്പിച്ചു പറയുന്നു, നിങ്ങൾ എത്ര വലിയ പ്രശ്നത്തിന്റെ അകത്തായിരുന്നാലും, എത്ര ഭയങ്കര വിഷയത്തിന്റെ അകത്തിരുന്നാലും കർത്താവ് അവിടെ ഇറങ്ങിയിരിക്കും. ആരോടൊക്കെയോ പരിശുദ്ധാത്മാവ് പറയുക, വലിയൊരു പൂട്ട് പോലെ എൻ്റെ ഉള്ളിൽ ഇങ്ങനെ കർത്താവ് പറയുക, ചരട് കൊണ്ട് കെട്ടി കെട്ടി മുറുക്കിയതുപോലെ ഇങ്ങനെ എൻ്റെ ഉള്ളിൽ ഇങ്ങനെ വരും. ഒരു പ്രശ്നം അഴിയുമ്പോൾ മറ്റേത് മുറുകയാണ്. ഇനി ഇതിൻ്റെ അകത്തുനിന്ന് ഒരു വട്ടം വരച്ചിട്ട് അതിൻ്റെ അപ്പുറത്തേക്ക് പോകാൻ കഴിയാതെ, ഒരു പരിധി വിട്ട് ഉയരാൻ കഴിയാതെ, ഇങ്ങനെ ഞാൻ കേൾക്കുന്നത്, എല്ലാം ഒത്തിണങ്ങി വരുമ്പോൾ ഒരു പരിധിക്കപ്പുറം പൊങ്ങി വരാൻ കഴിയാതെ ഒരു വട്ടത്തിന്റെ അകത്ത് കറങ്ങുന്നത് പോലെ അവസ്ഥ കിടക്കുന്ന ചിലരെ കർത്താവ് ഇന്ന് പുറത്തെടുക്കാൻ പോകുക. കാര്യം ദൈവത്തിന് ഇറങ്ങാൻ പറ്റും നിങ്ങളുടെ വിഷയത്തിന്റെ മേൽ. ദൈവത്തിന് ഇറങ്ങി വരുവാൻ കഴിയും നിങ്ങളുടെ വിഷയത്തിന്റെ മേൽ. കാര്യം ദൈവം ആത്മാവാകുന്നു. ആമേൻ. അടുത്ത വാക്യം നിങ്ങൾ ശ്രദ്ധിച്ചോണം. ഇവിടെ മുതൽ ശ്രദ്ധിച്ചോണം. യാക്കോബ് ശ്ലീഹയുടെ ലേഖനത്തിൽ പറയുന്നു, ഇനി എങ്ങനെയാണ് നമുക്ക് യാക്കോബിന്റെ ശ്ലീഹയുടെ സുവിശേഷം 4-ാം അധ്യായത്തിന്റെ 6 മുതൽ ഞാൻ വായിക്കുകയാണ്. എന്നാൽ അവൻ അധികം കൃപ നൽകുന്നു. ആർക്കാൻ ശ്രദ്ധിച്ചോണം? എന്നാൽ അവൻ അധികം കൃപ നൽകുന്നു. അതുകൊണ്ട് ദൈവം നിഗളികളോട് എതിർത്ത് നിൽക്കുന്നു, താഴ്മയുള്ളവർക്കോ കൃപ നൽകുകയും ചെയ്യുന്നു എന്ന് പറഞ്ഞിരിക്കുന്നു. മനസ്സിൽ നിന്ന് കളയല്. ദൈവം ആത്മാവാകുന്നു. ആത്മാവാകുന്ന ദൈവത്തെ ബ്ലോക്ക് ചെയ്യാൻ പറ്റത്തില്ല. ഇനി 2, ആത്മാവാകുന്ന ദൈവത്തിൽ വിശ്വസിക്കുന്നവനെ ബ്ലോക്ക് ചെയ്യുവാൻ കഴിയത്തില്ല. 7-ാം വാക്യത്തിൽ പറഞ്ഞാകിയാൽ നിങ്ങൾ ദൈവത്തിന് കീഴടങ്ങുവൻ. അപ്പൊ ഈ കീഴടങ്ങുക എന്നുള്ള വാക്ക് ശ്രദ്ധിച്ചോണം. നമ്മുടെ നാട്ടിൽ ഞാൻ പറയുന്നുണ്ട്, നമ്മുടെ നാട്ടിൽ കീഴടങ്ങുക എന്നൊക്കെ പറയുന്നത് വലിയ ബുദ്ധിമുട്ടുള്ള വാക്കാണ്. കീഴ്പ്പെടുക എന്നൊരാശയമല്ല. യഥാർത്ഥത്തിൽ ദൈവസന്നിധിയിൽ താഴുക എന്നൊരർത്ഥമാണ്. ദൈവസന്നിധിയിൽ താഴുക എന്നൊരർത്ഥമാണ്. നമ്മൾ താഴ്മ, എന്തായി താഴ്മ എന്ന് പറഞ്ഞാൽ നിങ്ങൾ തിരിച്ചറിഞ്ഞോണം, ദൈവത്താൽ മാത്രമേ എനിക്ക് മുന്നോട്ട് പോകാൻ കഴിയത്തുള്ളൂ. എനിക്ക് പഠിപ്പുണ്ടായിരിക്കാം, വിദ്യാഭ്യാസം ഉണ്ടായിരിക്കാം, ജോലി ഉണ്ടായിരിക്കാം, എനിക്ക് ഒത്തിരി ബന്ധങ്ങൾ ഉണ്ടായിരിക്കാം, പക്ഷെ ഒരു കാര്യം ഉറപ്പിച്ചോണം, എന്നാ ഉണ്ടെങ്കിലും ദൈവം നടത്തിയില്ലേ ഒന്നുമില്ല. എപ്പോഴും പറയണം, എന്റെ കൂടെ പറഞ്ഞു, ദൈവം നടത്തിയില്ലേ ഒന്നുമില്ലെന്ന് പറ. ദൈവം നടത്തിയില്ലെങ്കിൽ ഒന്നുമില്ല. സ്തോത്രം. ആമേൻ, ആമേൻ, ആമേൻ. ദൈവം നടത്തിയില്ലേ ഒന്നുമില്ല. എന്റെ കൂടെ ഒന്നുകൂടെ പറഞ്ഞ, ദൈവം നടത്തിയില്ലേ ഒന്നുമില്ലെന്ന് പറ. ദൈവം നടത്തിയില്ലെങ്കിൽ ഒന്നുമില്ല. ഈ ദിവസങ്ങളിൽ കർത്താവിനാൽ നടക്കാൻ പോവുക. കർത്താവിനാൽ നിങ്ങളുടെ ജീവിതത്തിന്റെ അകത്ത് സാധ്യതകൾ ഉയരാൻ പോവുക. ഹല്ലേലൂയ. അപ്പൊ തിരുവചനം വ്യക്തമായിട്ട്, കർത്താവിന്റെ വചനം വ്യക്തമായിട്ട് നമ്മോട് പറയുകയാണ്. കർത്താവിന്റെ വചനം വ്യക്തമായി നമ്മളോട് സംസാരിക്കുകയാണ്. വ്യക്തമായി നമ്മോട് കർത്താവിന്റെ വചനം ഇടപെടുകയാണ്. ദൈവം താഴ്മയുള്ളവർക്ക് കൃപ കൊടുക്കും. ഒന്നുകൂടെ ഞാൻ പറയാം, കൃപ കിട്ടിയാലുള്ള ഗുണം ഞാൻ പറയാം. കൃപ കിട്ടിയാൽ നിങ്ങൾ ഉയരും. ആമേൻ. അടുത്ത വാക്യത്തിൽ പറയുന്നു, ദൈവത്തിന് കീഴടങ്ങുവിൻ, പിശാചിനോട് എതിർത്ത് നിൽക്കുക. അപ്പൊ തുടക്കത്തിൽ 6-ാം വാക്യത്തിൽ പറഞ്ഞു നിങ്ങൾ കൃപ ലഭിച്ചവരാ. കൃപ ലഭിച്ചവർക്ക് പിശാചിനോട് എതിർത്ത് നിൽക്കാൻ പറ്റും. പിശാച് എന്തിനൊക്കെയാ വരുന്നത്? പിശാച് എന്തിനൊക്കെയാ വരുന്നത്? നമ്മൾ ആദ്യം കണ്ടോ? അപ്പൊ അറക്കാനും മുടിക്കാനും മോഷ്ടിക്കാനും വരുന്ന പിശാചിന് ലോക മനുഷ്യന് പിടിച്ചു നിർത്താൻ പറ്റത്തില്ല. ലോകത്തിൽ ആർക്കും പിടിച്ചു നിൽക്കാൻ പറ്റത്തില്ല. പക്ഷെ കൃപ ലഭിച്ചവന് എന്ത് ചെയ്യാൻ പറ്റുന്ന അവനെ എതിർത്ത് നിൽക്കാൻ പറ്റും. ഹല്ലേലൂയ. അടുത്ത വാക്യത്തിൽ പറയുന്നു, എന്നാൽ അവൻ നിങ്ങളെ വിട്ട് ഓടിപ്പോകും. ശ്രദ്ധിച്ചേ, അവൻ നിങ്ങളെ വിട്ട് എന്ത് ചെയ്യും? ഓടിപ്പോകും. നിങ്ങൾ ശ്രദ്ധിച്ചു. അപ്പൊ ഈ വചനം, ഇത്രയും വചനം കിടന്നിട്ട് നമ്മളെ പിശാച് പഠിപ്പിക്കുകയാണ്, ദൈവത്തോട് അടുത്ത് പോകരുത് കേട്ടോ. ഇപ്പൊ ഒരു വിഷയമേ ഉള്ളൂ, ഇപ്പൊ ഒരു പ്രശ്നമേ ഉള്ളൂ. കൂടുതൽ അടുത്താൽ അവൻ കൂടുതൽ ദൈവം വിഷയങ്ങളെ തരും. എന്നിട്ട് നമ്മളോട് പറയും, ഇതൊരു സഹന മാർഗ കേട്ടോ. സഹിച്ച് 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 എന്ത് ചെയ്യണം? പോണം. ഇപ്പൊ നിങ്ങൾക്ക് മനസ്സിലായോ? ബൈബിൾ വ്യക്തമായിട്ട് പറയുന്നു, ഈ പ്രശ്നങ്ങൾ മുഴുവൻ കൊണ്ടുവരുന്നത് ആരാ? ദൈവമാണോ? പിശാച്. അറക്കുകയും മുടിക്കുകയും മോഷ്ടിക്കുകയും ചെയ്യാൻ വേണ്ടി അവൻ വന്നിട്ട് അവൻ പഠിപ്പിക്കുകയാണ്, ദൈവസന്നിധി പോരുത് കേട്ടോ. ഇപ്പൊ ആ കടവാരേ ഉള്ളൂ. കുറെ കഴിയുമ്പോൾ രോഗം വരും, മക്കളുടെ വിഷയം വരും,
ഇതെല്ലാം തന്നിട്ട് ദൈവം എന്നറിയാമോ, പിന്നെ നിങ്ങളെ അങ്ങോട്ട് വലിയൊരു അനുഗ്രഹമാക്കി മാറ്റും. അപ്പൊ നിങ്ങൾ എന്നാ വേണ്ട, ഉള്ള കടഭാരം മതി, കൂടുതൽ അടുക്കണ്ട. പക്ഷെ പിശാച് എന്ത് ചെയ്യുന്നറിയോ, പയ്യെ പയ്യെ നിങ്ങളുടെ ജീവിതത്തിലോട്ട് വന്നിട്ട് ഉള്ളതും കൂടെ അപകരിക്കും. എന്നിട്ട് ഈ ഉപദേശം ഇവൻ ഉയർത്തിപ്പിടിക്കും. ദഹനമാർഗം കേട്ടോ. കൂടുതൽ അടുത്താൽ കൂടുതൽ വിഷയം. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും, പിന്നെയും പുറകോട്ട് മാറും. ബൈബിൾ പറയുന്നു, ദൈവത്തിന് കീഴടങ്ങുവിൻ, പിശാചിനോട് എതിർത്ത് നിൽപ്പീൻ, അവൻ നിങ്ങളെ വിട്ട് ഓടിപ്പോകും. 8-ാം വാക്യത്തിൽ പറയുന്നു, ആമേൻ. സ്തോത്രം. ദൈവത്തോട് അടുത്ത് ചെല്ലുവിൻ. നിങ്ങൾ ഇപ്പൊ ആരും മ്യൂട്ട് മാറ്റണ്ട, ഞാൻ പറയുമ്പോ സൗണ്ട് മ്യൂട്ട് മാറ്റിയാൽ മതി. ഇനി 8-ാമത്തെ വാക്യം നിങ്ങൾ ശ്രദ്ധിച്ചോണം. ഇതാണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു വാക്യം, വളരെ ശ്രദ്ധിക്കേണ്ട ഒരു വാക്യം ഇതാണ്. 8-ാമത്തെ വാക്യത്തിൽ പറയുന്നു, ദൈവത്തോടടുത്ത് ചെല്ലുവിൻ, അവൻ നിങ്ങളോടും അടുത്തു വരും. ഈ വചനം ശ്രദ്ധിച്ചോണം. ദൈവത്തോട് അടുത്ത് ചെന്നാൽ, ഇപ്പൊ നമ്മൾ കേട്ടിരിക്കുന്ന ചില കാര്യങ്ങൾ, ഇപ്പൊ നിങ്ങൾ എൻ്റെ വീട്ടിലോട്ട് വന്നാൽ, നിങ്ങളിപ്പോ വരുക, നിങ്ങളെ വീട്ടിൽ നിന്ന് വന്നിട്ട് പറയാം, ബ്രദറെ ഇപ്പൊ ഞാൻ കോട്ടയത്താണ് താമസിക്കുന്നത്, നിങ്ങളിപ്പോ എറണാകുളത്ത് നിന്ന് വരിക, നിങ്ങൾ ഇവിടെ എത്തിയ സമയത്ത്, വൈക്കം എത്തിയ സമയത്ത് എന്നെ വിളിച്ചു, ബ്രദറെ ഞങ്ങൾ വൈക്കം എത്തി, ഞാൻ വീട്ടിൽ നിന്ന് വണ്ടി എടുത്തുകൊണ്ട് വൈക്കത്തോട്ട് വരുമോ? ഞാൻ പറയും, ഞാൻ കോട്ടയത്തുണ്ട്, ഇങ്ങോട്ട് വരാൻ പറയും. അല്ലേ? അങ്ങനെയല്ലേ സ്വാഭാവികമായിട്ട് നിങ്ങളും എല്ലാം അങ്ങനെയല്ലേ. പക്ഷെ ഇവിടെ നേരെ തിരിച്ചാണ്. നമ്മൾ ദൈവത്തോട് അടുത്ത് ചെല്ലുമ്പോൾ ദൈവം എന്ത് ചെയ്യുന്നറിയാവോ, നമ്മളോട് കൂടുതൽ അടുത്ത് വരും. ഉടനെ പിശാച് പറയും, ദൈവം അടുത്ത് വരുന്നുണ്ട് കേട്ടോ, പ്രശ്നങ്ങൾ തുടങ്ങാൻ പോവാ. നമ്മൾ പിന്നെ എന്തെന്നറിയോ, നമ്മൾ പുറകോട്ട് സ്റ്റെപ്പ് വെക്കും. അപ്പൊ എന്നാ സംഭവിക്കുന്നറിയാവോ, പുറകോട്ട് സ്റ്റെപ്പ് വെക്കുമ്പോൾ ദൈവം അവിടെ തന്നെ നിൽക്കും. കാര്യം ദൈവത്തിന്റെ അടുക്കിലേക്ക് നമ്മൾ ചെല്ലുമ്പോൾ ദൈവം ഇങ്ങോട്ട് വരും. നമ്മൾ പുറകോട്ട് സ്റ്റെപ്പ് വെക്കുമ്പോൾ പിശാച് പയ്യെ നമ്മളെ എന്ത് ചെയ്യും, അറക്കാനും മുടിക്കാനും മോട്ടിക്കാനും കയറി വരും. ഈ ദിവസങ്ങളിൽ ഒന്ന് തീരുമാനിച്ച്, ഞാൻ കർത്താവിന്റെ അടുക്കിലേക്ക് പോകാൻ പോവുക. കർത്താവിലേക്ക് പോയാൽ എന്നെ ഗുണം എന്നറിയാവോ, ദൈവം ആത്മാവാകുന്നു. ചിലപ്പോൾ നിങ്ങൾ ജോലി ചെയ്യുന്ന സ്ഥലത്തായിക്കോട്ടെ, നിങ്ങൾ ജീവിക്കുന്ന ചുറ്റുപാടായിക്കോട്ടെ, കുടുംബജീവിതമായിക്കോട്ടെ, നമുക്കറിയാത്ത പല വിഷയങ്ങളും ഉണ്ട്, അല്ലേ? പല വിഷയങ്ങളും ഉണ്ട്. പക്ഷെ കർത്താവ് ആത്മാവാകും. ദൈവത്തിന് ഇറങ്ങാൻ പറ്റും ആ വിഷയത്തിന്റെ മേൽ. നിങ്ങളുടെ വിഷയത്തെ ദൈവത്തിന് പരിഹരിക്കാൻ പറ്റും. നിങ്ങളുടെ വിഷയത്തിന്റെ മേൽ ദൈവത്തിന് ഇറങ്ങാൻ പറ്റും. നിങ്ങളുടെ വിഷയത്തിന്റെ മേൽ ദൈവത്തിന് അത്ഭുതം ചെയ്യാൻ പറ്റും. ആമേൻ. ഹല്ലേലൂയ. ഞാൻ പറയുമ്പോൾ മ്യൂട്ട് മാറ്റിയാൽ മതി. കാര്യം നമുക്ക് സൗണ്ട് ഞാൻ പറയുമ്പോൾ മാറ്റിയാൽ മതി. നല്ലതാണ് ആമേൻ പറയുന്നത്. പക്ഷെ ഞാൻ പറയുമ്പോൾ മാറ്റിയാൽ മതി. കാര്യം നമുക്ക് ഓഡിയോ ക്ലിയർ ആകാൻ വേണ്ടിയാ. ഹല്ലേലൂയ. അപ്പൊ ഇവിടെ ശ്രദ്ധിച്ചോണം, ദൈവത്തോട് അടുത്ത് ചെല്ല്. ഈ ദിവസങ്ങളിൽ പ്രാർത്ഥനയിൽ ഒന്ന് കൂടുതൽ അടുത്ത്, ഒന്ന് സമയം കണ്ടെത്തിക്ക്. വചനം വായിക്കാൻ ഒന്ന് സമയം കണ്ടെത്തിക്ക്. വചനം പറയാൻ ഒരു സമയം കണ്ടെത്തിക്ക്. ഒരു പാട്ട് പാടാൻ സമയം കണ്ടെത്തിക്ക്. ദൈവത്തെ സ്തുതിക്കാൻ ഒന്ന് സമയം കണ്ടെത്തിക്ക്. ഇത് ചെയ്താൽ എന്നാ ബ്രദറെ ഗുണം? ദൈവം കൂടുതൽ അടുത്തോട്ട് വരും. ഹല്ലേലൂയ. കൂടുതൽ അടുത്തോട്ട് വന്നാൽ എന്നാ ഗുണം ബ്രദറെ? ബൈബിൾ പറയുന്നു, അവൻ അധികം കൃപ തരും. അധികം കൃപ കിട്ടിയാൽ എന്നാ ഗുണം? നിങ്ങൾക്ക് കൂടുതൽ പിശാചിനോട് എതിർത്ത് നിൽക്കാൻ പറ്റും. അപ്പൊ എന്താ കൃപ? കൃപയെന്ന് പറഞ്ഞാൽ ദൈവത്തിന്റെ ശക്തിയുടെ അളവറ്റ വലിപ്പമാണ്. ഇത് നിങ്ങളുടെ മേലേക്ക് വന്നാൽ ബൈബിൾ പറയുന്നു, അവൻ നിങ്ങളെ വിട്ട് ഓടിപ്പോകും. ആരാ ഓടിപ്പോകുന്നത്? നിങ്ങളാണോ ഓടിപ്പോകുന്നത്? ആരാ ഓടിപ്പോകും? വചനം പറയുന്നത്, എന്നാൽ അവൻ നിങ്ങളെ വിട്ട് എന്ത് ചെയ്യും? ഈ വചനം ശ്രദ്ധിച്ച്, അവൻ നിങ്ങളെ വിട്ട് ഓടിപ്പോകും. ഹല്ലേലൂയ. ഇപ്പൊ മനസ്സിലായോ? അപ്പൊ നിങ്ങളുടെ പ്രശ്നങ്ങൾ എന്ത് ചെയ്യാൻ പോവും? ഇപ്പം നിങ്ങൾ ദൈവത്തിനടുക്കെ പോയി എന്നാ സംഭവിക്കും? പ്രശ്നങ്ങൾ മാറും. നിങ്ങളുടെ വിഷയങ്ങൾ ഓടിപ്പോകാൻ പോവും. എന്റെ കൂടെ പറഞ്ഞ പ്രശ്നം മാറിപ്പോകും, അല്ല ഓടിപ്പോകാൻ ആമേൻ ആമേൻ. അതിന് ഞാൻ എന്നാ ചെയ്താ മതി? ഞാൻ എന്ത് ചെയ്താൽ മതി? ഇനി അടുത്തൊരു ചോദ്യം, കർത്താവിനോട് അടുത്ത് വരാൻ വേണ്ടി എന്താണ് ചെയ്യുന്നത്? ബൈബിൾ പറയുന്നു, ദൈവം നിഗളികളോട് എതിർത്ത് നിൽക്കുന്നു. അപ്പൊ ആരായി നിഗളികൾ? നെഗളിക്കുന്ന ആൾക്കാർ കണ്ടിട്ടില്ലേ? പിശാചാണ് ഏറ്റവും വലിയ നെഗളി. എന്താണ് അവൻ കാണിച്ച നെഗളോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്കറിയാം, ബൈബിൾ പഴയ നിയമം വായിക്കുമ്പോൾ ദൈവത്തിന്റെ സിംഹാസനത്തിൽ കയറി ഇരിക്കുവാൻ അവൻ ആഗ്രഹിച്ചു. അതിന്റെ അർത്ഥം വലിയവനാകുവാൻ ആഗ്രഹിച്ചു. എങ്ങനെ വലിയവനാകും? ദൈവത്തെക്കാൾ വലിയവൻ. നിങ്ങൾ കർത്താവായ യേശുക്രിസ്തു പഠിപ്പിച്ച ഒരു രീതി ശ്രദ്ധിച്ചു നോക്കണം. കർത്താവിന്റെ ശിഷ്യന്മാർ ഇടയ്ക്ക് ഒരു വലിയൊരു ചിന്തയുണ്ടായി, ആരാണ് ഏറ്റവും വലിയവൻ? ഇവരകത്ത് വലിയൊരു ചിന്തയായിരുന്നു, ആരാണ് വലിയവൻ? ചിന്ത ഇങ്ങനെ ഉണ്ടായപ്പോൾ ദൈവത്തിന് മനസ്സിലായി, ഇത് പിശാചിന് ഇടം കൊടുക്കുക. കർത്താവ് എന്ത് ചെയ്യുന്നറിയാവോ? ഒരു തോർത്തെടുത്ത് അരയെ ചുറ്റി കർത്താവിന്റെ ശിഷ്യന്മാരുടെ കാല് കഴുകി. നമ്മൾ ഈ കാണുന്ന പോലെയുള്ള കാല് കഴുകലല്ല കേട്ടോ. നമ്മൾ പെസഹയൊക്കെ ആകുന്ന സമയത്ത് ആൾക്കാരുടെ കാല് കഴുകുന്ന ശുശ്രൂഷയുണ്ടല്ലേ?
ഏറ്റവും നല്ല കാല് നോക്കി നമ്മൾ കഴുകും, അങ്ങനെയല്ലേ നമ്മൾ ചെയ്യുന്നത്. പക്ഷെ യഥാർത്ഥത്തിൽ ഈ കാല് കഴുകുക എന്ന് പറഞ്ഞാൽ ഒരിക്കലും ചെയ്യാൻ പാടില്ല. കർത്താവ് ഈ അരയിലേക്ക് ആ തോർത്ത് കെട്ടുന്നതിന്റെ അർത്ഥം തന്നെ ഒരു അടിമയെ പോലെ, ഒരു ദാസനെ പോലെ. ശ്രേഷ്ഠനായ ക്രിസ്തു ദാസനെ പോലെ ശിഷ്യന്മാർക്ക് വേണ്ടി വേല ചെയ്തു എന്ന് അതിന്റെ അർത്ഥം. അതാണ് കർത്താവിന്റെ ശിഷ്യനായ പത്രോസ് ലീഗ കരുതേ കർത്താവെ നീ എന്നെ അങ്ങനെ ചെയ്യരുതെന്ന് പറയാൻ കാരണം. കാര്യം ഇത് ദാസന്മാർ ചെയ്യുന്ന പണിയായത്. നമ്മൾ കാണിക്കുന്ന പോലെ കാലുകളിലല്ല അത്. യേശു അവരെ ശുശ്രൂഷിക്കുക. അപ്പൊ അതുകൊണ്ട് കർത്താവ് പറഞ്ഞു, നിങ്ങളിൽ വലിയവനാകാൻ ആഗ്രഹിക്കുന്നതെങ്കിൽ നിങ്ങൾ ഇങ്ങനെ ചെയ്യാൻ അതിന്റെ അർത്ഥം. എന്താ കാല് കഴുകുക എന്നൊരു ആശയമല്ല, നിന്നേക്കാൾ വലിയവനായി നീ മറ്റവനെ എന്ത് ചെയ്യണം. മനസ്സിലാകുന്നുണ്ടോ? അതിന്റെ അർത്ഥം ഞാൻ പറഞ്ഞു തരാം. നമ്മളല്ല വലിയവൻ, ദൈവമാ വലിയവൻ. ഞാൻ പലപ്പോഴും പറഞ്ഞു, നമ്മളെ ആരെങ്കിലും എതിർത്ത് കഴിഞ്ഞാൽ നിങ്ങൾ ഫൈറ്റ് ചെയ്യാൻ പോകരുത്. നിങ്ങൾ അവരെ അനുഗ്രഹിച്ചൊന്ന് പ്രാർത്ഥിച്ച് ദൈവം അവിടെ ഇറങ്ങും. നിങ്ങളെ എതിർക്കുന്ന ഏത് വ്യക്തി ആയിക്കോട്ടെ, ഇന്ന് ഇരുന്നുകൊണ്ടൊന്ന് അനുഗ്രഹിച്ച്, കർത്താവ് ഇന്ന് എനിക്കെതിരെ സംസാരിച്ച വ്യക്തിയെ ഞാൻ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു, പേര് പറഞ്ഞൊന്ന് അനുഗ്രഹിച്ച് ആ വ്യക്തിയെയും തലമുറകളെയും കുടുംബത്തെ ഞാൻ അനുഗ്രഹിച്ചു ഞാൻ ഉറപ്പിച്ചു പറയാം, പിന്നെ ആ വ്യക്തിക്ക് നിങ്ങളുടെ മുമ്പിൽ ഒന്നും ചലിക്കാൻ കഴിയത്തില്ല. കാര്യം ദൈവം അവിടെ അദ്ദേഹത്തെ തൊടും. ആമേൻ. ഇവിടെ വചനം പറയുകയാണ്, അവൻ നിങ്ങളെ വിട്ട് ഓടിപ്പോകും. അതിനൊറ്റ കാര്യമേ ഉള്ളൂ, നെഗളം മാറ്റി വെക്കണം. നെഗളം മാറ്റി വെക്കുന്നത് എങ്ങനെയാണ്? ദൈവസന്നിധിയിൽ പറയാം, കർത്താവേ അങ്ങയുടെ കൃപയുണ്ടെങ്കിൽ, കൃപയാലല്ലാതെ എനിക്ക് ജീവിക്കാൻ കഴിയത്തില്ല. ദൈവത്തിന്റെ കൃപയാലാണ് ഞാൻ ജീവിക്കുന്നത്. എപ്പോഴും പറയണം. ഞാൻ കഴിച്ച മെഡിസിനോ കഴിച്ച ആഹാരമോ പ്രോട്ടീനോ ഒന്നും അല്ല, പ്രോട്ടീൻ ഫുഡുകളോ അല്ല എന്നെ നടത്തുന്നത്. പകരം കർത്താവിന്റെ കൃപയാലാണ് ഞാൻ നടക്കുന്നത്. എപ്പോഴും പറയണം. അപ്പൊ നിങ്ങൾക്ക് മനസ്സിലാവും നിങ്ങളല്ല ദൈവമാണ് നടത്തുന്നത്. ആമേൻ. ഈ പിശാചിന്റെ ഒരു പരിപാടി ഞാൻ പറഞ്ഞു തരാം. പിശാച് എപ്പോഴും നോക്കുന്നത് ഞാൻ എവിടെ പൊങ്ങുന്നുണ്ടോ. ഇപ്പൊ ഞാൻ പറയുകയാണ്, ഞാൻ വലിയൊരു പുള്ളിയാ കേട്ടോ, ഞാൻ വലിയൊരു സംഭവമാണ് എന്നൊരു ചിന്ത നമ്മുടെ അകത്തോട്ട് വന്നാൽ അവന് ചാടി കയറാൻ പറ്റും. പക്ഷെ നിങ്ങൾ പറയുക, കർത്താവേ അങ്ങയുടെ കൃപയാലാണ് ഞാൻ നടക്കുന്നതെങ്കിൽ അവന് തൊടാൻ കഴിയത്തില്ല. അതിന്റെ കാരണം കൃപയാലാന്ന് പറയുമ്പോൾ പിശാചിനെ അവിടെ മുടിപ്പിക്കാനും അറക്കാനും മൂട്ടിക്കാനും കയറാൻ പറ്റത്തില്ല. കാര്യം നിങ്ങളുടെ കുടുംബത്തിന്റെ മേലെ കൃപ ഉദിച്ചു നിൽക്കും. കൃപയാൽ ജീവിക്കുന്നവനെ തൊടാൻ കഴിയത്തില്ല, എന്നാൽ സ്വയത്തിൽ ജീവിക്കുന്നവനെ തൊടാൻ പറ്റും. അതുകൊണ്ടാണ് പത്രോസ് ലീഹായുടെ അകത്തും ശിഷ്യന്മാരുടെ അകത്തും ഞാൻ എന്ന ഭാവം ഉണ്ടായപ്പോൾ പിശാച് വന്നിട്ട് പറഞ്ഞു, കർത്താവേ ഗോതമ്പ് പാറ്റുന്നത് പോലെ പാറ്റേണ്ടത് എനിക്ക് ആ പത്രോസിനിങ്ങിതാ. ഞാൻ കണ്ടു അവനകത്തൊരു ഞാൻ കിടക്കുന്നത്, ഒരു നെഗളം കണ്ടു. യേശു വന്നിട്ട് പറഞ്ഞു, ഉണർന്നിരുന്ന് പ്രാർത്ഥിക്ക്. മനസ്സിലായോ? എന്റെ അർത്ഥം ഈ ദിവസങ്ങളിൽ തിരിച്ചറിഞ്ഞോണം. എപ്പോഴും പറ, കർത്താവേ ഞാൻ ജീവിക്കുവല്ല, കൃപയാൽ നടക്കുക. എന്റെ കൂടെ പറഞ്ഞ ഞാൻ കൃപയാൽ നടക്കുക എന്ന് പറ. ഞാൻ നടക്കുകയാണ്. ആമേൻ. സ്തോത്രം. ആമേൻ, ആമേൻ. ഞാൻ കൃപയാൽ നടക്കുകയാണ്, കൃപയാൽ നടക്കുകയാണ്. ഹല്ലേലൂയ. ഈ ദിവസങ്ങളിൽ തിരിച്ചറിഞ്ഞോണം, ഞാൻ കൃപയാൽ നടക്കുകയാണ്. അപ്പൊ നിങ്ങൾക്ക് ഏകദേശം ഇപ്പൊ മനസ്സിലായല്ലോ എന്താണ് ഇതിന്റെ ഏറ്റവും വലിയ തന്ത്രം. അപ്പൊ ദൈവത്തോട് അടുക്കുമ്പോൾ ബൈബിൾ പറയുന്നു, കർത്താവിലേക്ക് അടുക്കുമ്പോൾ മൂടുപടം നീങ്ങിപ്പോകും. കർത്താവ് ആത്മാവാകുന്നു, ആത്മാവാകുന്ന കർത്താവ് ഉള്ളിടത്ത് നമുക്ക് സ്വാതന്ത്ര്യമുണ്ട്. ഇത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ എൻ്റെ ഉള്ളിൽ പരിശുദ്ധാത്മാവ് പറയുക, കുടുംബത്തിന്റെ അകത്ത്, പുറത്തല്ല, ജോലി സ്ഥലത്തല്ല, ഓഫീസിലൊന്നുമല്ല, കുടുംബത്തിന്റെ അകത്ത്, കുടുംബ ജീവിതത്തിന്റെ അകത്ത് സ്വാതന്ത്ര്യമില്ലാതെ, എൻ്റെ ഉള്ളിലേക്ക് ഇങ്ങനെ ഒരു വാക്ക് പറയാത്, കൊല്ലങ്ങളായ ഒരു അടിമയെ പോലെ ജീവിക്കുക. ഒരു സ്വാതന്ത്ര്യവുമില്ല, ഒന്ന് മിണ്ടാൻ പറ്റുന്നില്ല, ഒന്ന് ചിരിക്കാൻ പറ്റുന്നില്ല. അങ്ങനെ ആരൊക്കെയോ ഇതിൻ്റെ അകത്ത് കേൾക്കുന്നുണ്ട്. പുറത്ത് പറയാൻ പറ്റത്തില്ല, ആരോടും പറയാതെ സൂക്ഷിച്ച് പേടിച്ച് ഹൃദയത്തിൽ മാത്രം ദൈവത്തോട് കരഞ്ഞുകൊണ്ടിരിക്കുന്ന ആളുകൾ. ഈ ദിവസങ്ങളിൽ ഞാൻ കേൾക്കുമ്പോൾ ദൈവം തൊടാൻ പോകുക കേട്ടോ. വർഷങ്ങളായി നിങ്ങൾക്കില്ലാത്ത സമാധാനവും സ്വാതന്ത്ര്യവും ഈ വചനത്തിലൂടെ കർത്താവ് തുറക്കാൻ പോവുക. യേശുവിന്റെ നാമത്തിൽ എന്ന് പ്രാർത്ഥിക്കുക, യേശുവിന്റെ നാമത്തിൽ അത് റിലീസ് ചെയ്യുക. ആമേൻ. അടുത്ത വാക്യത്തിൽ പറയുന്നു, എന്നാൽ ബൈബിൾ പറയുന്നു, ആകയാൽ ദൈവത്തോട് അടുത്ത് ചെല്ലുവിൻ. 8-ാം വാക്യം ശ്രദ്ധിക്കണം, ദൈവത്തോട് അടുത്ത് ചെല്ലുവിൻ, എന്നാൽ അവൻ നിങ്ങളെ വിട്ട് ഓടിപ്പോകും. അവൻ നിങ്ങളെ വിട്ട് ഓടിപ്പോകും. അപ്പൊ ദൈവത്തോട് അടുത്ത് വരുമ്പം ദൈവം നിങ്ങളെ വിട്ട് പിശാച് നിങ്ങളെ വിട്ട് ഓടിപ്പോകും. നമ്മൾ ആദ്യം മനസ്സിലാക്കണം, ദൈവം നമ്മുടെ കൂടെ ഉണ്ടെങ്കിൽ. ഞാൻ ഓർക്കുന്നുണ്ട്, ഞങ്ങളുടെ നാട്ടിൽ ഒരു സമയത്ത് പ്രസിഡന്റ്, രാഷ്ട്രപതി വരുന്ന സമയത്ത്, എൻ്റെ ചെറുപ്പ സമയത്താണ്, രാഷ്ട്രപതി വരുന്ന സമയത്ത് ഞങ്ങളുടെ അവിടുത്തെ ബസ് സ്റ്റാൻഡ് എന്ന് പറഞ്ഞാൽ ഏറ്റവും എന്താ പറയുന്നത്, ഒരു വൃത്തികേടായി കിടക്കുന്ന ഒരു ബസ് സ്റ്റോപ്പ് ഉണ്ട്, ബസ് സ്റ്റാൻഡ് ഉണ്ടായിരുന്നു. ഭയങ്കര ബുദ്ധിമുട്ട്, അതിലേ പോകുമ്പോൾ ഭയങ്കര സ്മെല്ലും ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു എൻ്റെ ചെറുപ്പകാലത്ത്, ഞാൻ ഓർക്കുന്നുണ്ട്. അപ്പൊ രാഷ്ട്രപതി ഇന്ന സമയത്ത് ഇന്ന ടൈമിൽ വരുമെന്ന് പറഞ്ഞപ്പോൾ അത് എൻ്റെ ഒരു കൂട്ടുകാരൻ പറഞ്ഞ വാക്ക് എന്നെ ഒത്തിരി ചിന്തിപ്പിച്ചത്.
അവിടെ മൊത്തം ക്ലീൻ ആക്കി, ആ ഭാഗം മൊത്തം നന്നായിട്ട് ക്ലീൻ ആക്കി എല്ലാ പരിപാടിയും ചെയ്തു. എല്ലാം ക്ലീൻ ആക്കി, നീറ്റ് ആൻഡ് ക്ലീൻ ആക്കിയപ്പോ എന്റെ കൂട്ടുകാരൻ പറഞ്ഞു, ഇപ്പൊ അവിടെ കണ്ട നിലത്തിരുന്ന് ചോറുണ്ണാൻ തോന്നുന്നു പറഞ്ഞു. അതായത് അവനത് പറഞ്ഞ കാര്യം വേറൊന്നുമല്ല, അത്രയ്ക്കും വൃത്തികേടായി കിടന്ന ഒരു സ്ഥലമായിരുന്നു. ഭയങ്കര ഓടയെല്ലാം പൊട്ടി വല്ലാത്തൊരു രീതി കിടന്ന ഒരു സ്ഥലമായിരുന്നു. പക്ഷെ രാഷ്ട്രപതി അതിലെ നിൽക്കുന്ന പോലുമില്ല, അതിലെ പാസ് ചെയ്ത് പോവുക. ആ വഴി രാഷ്ട്രപതി പാസ് ചെയ്ത് പോകുന്നതുകൊണ്ട് ആ ഒരു ബസ് സ്റ്റാൻഡും ആ ഒരു ബസ് സ്റ്റോപ്പും ഒക്കെ വളരെ പ്രധാനപ്പെട്ടതായതുകൊണ്ട് അതെല്ലാം നീറ്റ് ആൻഡ് ക്ലീൻ ആക്കി മാറ്റി. അദ്ദേഹം അവിടെ ഇറങ്ങുന്ന പോലുമില്ല. അദ്ദേഹം കുറച്ചൊക്കെ മാറി ഒരു സ്ഥലത്ത് വിസിറ്റ് ചെയ്യുന്നുള്ളൂ. പക്ഷെ ഈ ഭാഗം മുതലേ അവൻ എന്റെ കൂട്ടുകാരൻ പറഞ്ഞതുപോലെ തന്നെ നിലത്തിരുന്നു കഴിക്കാവുന്ന രീതിയിൽ അതിനെ ആക്കിയെടുത്തു. എന്റെ കാര്യം എന്താണെന്നറിയാവോ? ഒരു വിശിഷ്ട അതിഥി, പ്രധാനപ്പെട്ട അധികാരി അവിടെ വരുന്നപ്പം അവിടെയുള്ള സകല സെക്യൂരിറ്റി ഗാർഡും പോലീസും എല്ലാം മിലിറ്ററി എല്ലാം ചേർന്ന് അവിടെ നീറ്റ് ആൻഡ് ക്ലീൻ ആക്കിയതുപോലെ ദൈവത്തോട് അടുത്ത് ചെല്ലുമ്പോൾ ദൈവം നിങ്ങളുടെ അടുത്ത് വരും. ദൈവം വന്നാൽ കർത്താവിന്റെ ദൂതന്മാരും കൂടെ വരും. കർത്താവിന്റെ ദൂതന്മാരും കൂടെ വന്നാൽ പിന്നെ ഏത് പിശാചിനെ പിടിച്ചു നിൽക്കാൻ പറ്റും നിങ്ങളുടെ വിഷയത്തിൽ? ഇപ്പൊ നിങ്ങൾക്ക് മനസ്സിലായോ? അപ്പൊ ബ്രദർ, എന്നാലും എന്റെ പ്രശ്നം ഞാൻ ചോദിച്ചോട്ടെ, കർത്താവ് വന്നാൽ നീറ്റ് ആൻഡ് ക്ലീൻ ആവോ ഇല്ലയോ? ഇവിടെ രാഷ്ട്രപതി വന്നാൽ നമ്മുടെ സകല ഏരിയയെ നീറ്റ് ആൻഡ് ക്ലീൻ ആയി പൊട്ടിപ്പൊളിഞ്ഞ റോഡെല്ലാം അപ്പൊ തന്നെ ടാർ ചെയ്ത് ആ ഏരിയ മൊത്തം നല്ല വെടിപ്പാക്കി മാറ്റുമെങ്കിൽ സാക്ഷാൽ ദൈവം നിങ്ങളുടെ ജീവിതത്തിലേക്ക് ഇറങ്ങി വന്നാൽ എത്രത്തോളം നമ്മുടെ ജീവിതത്തിൽ അനുഗ്രഹം ഉണ്ടാകും ഇല്ലയോ? ഉറപ്പുള്ളവർ മാത്രം ആമേൻ പറഞ്ഞേ. ആമേൻ. 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 സ്തോത്രം. ഹല്ലേലൂയ. ആമേൻ. എന്നാൽ നമ്മളെ പഠിപ്പിക്കുന്ന ഒരു കാര്യമുണ്ട്, കൂടുതൽ അടുക്കണ്ട. ചിലർ ഇങ്ങനെ പറഞ്ഞു കണ്ടു, ദൈവത്തോട് കൂടുതൽ അടുക്കുമ്പം പ്രശ്നങ്ങൾ ഇങ്ങനെ കൂടിക്കൊണ്ട് വരും. പ്രശ്നം ഇങ്ങനെ കൂടിക്കൊണ്ട് വരും. അങ്ങോട്ട് നോക്കിയേ, ഇങ്ങോട്ട് നോക്കിയേ, അവിടെ നോക്കിയേ. അപ്പൊ നിങ്ങൾ മനസ്സിലാക്കിക്കോണം, ഒന്നും പേടിക്കണ്ട, നീറ്റ് ആൻഡ് ക്ലീൻ ആക്കുന്ന ഒരു കർത്താവ് എന്റെ കൂടെയുണ്ട്. ദൈവത്തോട് അടുത്ത് വരുമ്പോൾ ദൈവത്തോട് അടുത്ത് ചെല്ല്. ഈ ബ്രദറെ, ഞാൻ വലിയ പ്രശ്നത്തിന്റെ അകത്ത് നിൽക്കും, എനിക്ക് ഒരു സമാധാനമില്ല, ഈ വിഷയം എങ്ങനെ മാറ്റുമെന്ന് എനിക്ക് അറിയത്തില്ല. ഒന്നും ചെയ്യണ്ട, അങ്ങോട്ട് ചെല്ല്. സമയം കണ്ടെത്ത്, പ്രാർത്ഥന കൂടാൻ വേണ്ടി, വചനം കേൾക്കാൻ വേണ്ടി സമയം കണ്ടെത്ത്, ബൈബിള് വായിക്കാൻ വേണ്ടി സമയം കണ്ടെത്ത്, ഏറ്റു പറയാൻ വേണ്ടി സമയം കണ്ടെത്ത്, ഒരു സ്തുതിഗീതങ്ങളൊക്കെ ഒന്ന് പാട്, യേശുവിനെ ഉറക്കെ ഒന്ന് വിളിക്കുക, അടുത്തങ്ങോട്ട് ചെല്ല്. ഇത്രയും ചെയ്താൽ മതി. അങ്ങോട്ട് അടുത്തടുത്ത് വന്നാൽ ഉറപ്പിച്ച് ഞാൻ പറയാം, നിങ്ങളെ പിടിച്ചു വെച്ചിരിക്കുന്ന സകല പിശാചിന്റെ പ്രവൃത്തികൾ നിങ്ങൾ ഒന്നും ചെയ്യണ്ട. നിങ്ങൾ ശാസിക്കാനും പോകണ്ട, ഓടിക്കാനും പോകണ്ട. ബൈബിൾ പറയുന്നത് അവൻ നിങ്ങളെ വിട്ട് ഓടിപ്പൊക്കോളും. ഇപ്പൊ മനസ്സിലായോ? അവൻ നിങ്ങളെ വിട്ട് ഓടിപ്പൊക്കോളും. ഹല്ലേലൂയ. ഇപ്പൊ നിങ്ങൾക്ക് മനസ്സിലായോ കർത്താവിനോട് അടുത്ത് ചെല്ലുക എന്ന് ബൈബിൾ പറയാൻ കാരണം? ആമേൻ. നമുക്ക് ഒരുമിച്ചൊന്ന് പ്രാർത്ഥിക്കാം. യേശുവിന്റെ നാമത്തിൽ എനിക്ക് എൻ്റെ ഉള്ളിൽ കർത്താവ് ഒരു വ്യക്തിക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കാൻ ഒരു നിയോഗം തരും. ഒരു ലിസയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. ഈ സൂമിൽ അതുമായിട്ട് ബന്ധപ്പെട്ട ആരെങ്കിലും കൊണ്ട് ഏറ്റെടുത്തോണം. ലിസിയുടെ കുടുംബത്തിന് വേണ്ടി കർത്താവ് ഇന്ന് ഇടപെടാൻ പോവുക. യേശുവിന്റെ നാമത്തിൽ. സൂമിലാണോ യൂട്യൂബിലാണോ ഫേസ്ബുക്ക് എനിക്കറിയത്തില്ല. കർത്താവിനോട് ഇങ്ങനെ പറയുന്നു, ആ കുടുംബത്തിന്റെ മേൽ കർത്താവ് ഇറങ്ങാൻ പോകും. 2 ആൺമക്കളുള്ള കുടുംബമാണ്. കർത്താവ് ആ കുടുംബത്തിന്റെ മേൽ വലിയൊരു സ്വാതന്ത്ര്യം കൊടുക്കുക. ആരാണോ കേൾക്കുന്ന വ്യക്തി, ആ കേൾക്കുന്ന വ്യക്തിയുമായി വലിയ ബന്ധമുള്ള ഒരു സഹോദരിയാണ്. യേശുവിന്റെ നാമത്തിൽ ഇന്ന് ആ കുടുംബത്തിന്റെ മേൽ വലിയൊരു സ്വാതന്ത്ര്യത്തെ കർത്താവ് അയക്കി ഏറ്റെടുത്തു. യേശു ഇന്ന് തന്നെ ആ കുടുംബത്തെ വിളിച്ചിട്ട് പറ, പ്രാർത്ഥനയിൽ കർത്താവ് വെളിപ്പെടുത്തിയ നിന്റെ ജീവിതത്തിന്റെ അകത്ത് കർത്താവ് 12 വർഷമായി ഇന്ന് ലഭിക്കാത്ത സമാധാനത്തെ, 12 വർഷമായിട്ട് കേറാത്ത അത്ഭുതത്തെ കർത്താവ് ഇന്ന് ഇറക്കാൻ പോവുകയാണ്. യേശുവിന്റെ നാമത്തിൽ ഞങ്ങൾ അനുഗ്രഹിച്ച് അതിനെ റിലീസ് ചെയ്യുന്ന കർത്താവ്, ദൈവത്തിന്റെ വലിയൊരു പ്രവൃത്തി ആ കുടുംബത്തിന്റെ മേൽ വെളിപ്പെടുന്നല്ലോ. എന്റെ കൂടെ ഒന്ന് പ്രാർത്ഥിച്ചു, യേശുവിന്റെ നാമത്തിൽ. ഹല്ലേലൂയ. എന്ന് കേട്ട വചനം ഒന്ന് തീരുമാനിച്ച്, ഞാൻ പുറകോട്ട് ഇനി പോകുന്നില്ല. പുറകോട്ട് പോകുമ്പോഴാണ് ഈ പ്രശ്നങ്ങൾ മുഴുവൻ മനസ്സിലായോ? കാര്യം പുറകോട്ട് കൂടുമ്പോ ദൈവം അവിടെ നിൽക്കുക. ഞാൻ അങ്ങോട്ടൊന്ന് ചെന്നേ, ദൈവം എൻ്റെ അടുത്തോട്ട് ഓടി വരും. പുറകോട്ട് പോകുമ്പോ എന്നെ കുഴപ്പമൊന്നും, ദൈവം അവിടെ തന്നെ. അതാണ് മുടിയൻപുത്രനെ പറ്റിപ്പോയത്. മുടിയൻപുത്രൻ ഇറങ്ങിപ്പോയിട്ട് അവൻ അവിടെ നിൽക്കുക. അവൻ എന്ത് ചെയ്തു? തിരിച്ചു മടങ്ങി വന്നപ്പം അപ്പൻ AC ഇട്ട് അകത്തിരിക്കുവല്ല, അപ്പൻ ഓടി പുറത്തേക്ക് വന്നു. അപ്പൻ ഉടനെ വാതിൽ അടച്ചില്ല, ഓടി പുറത്തേക്ക് വന്ന് അവൻ അകത്ത് കയറുന്നതിന് മുമ്പ് അവനെ കെട്ടിപ്പിടിച്ച് ചുംബിച്ച് അവനെ മോതിരവിട്ട് അവന് ചെരുപ്പിട്ട് അവനെ സ്നേഹിച്ചു. മുടിയൻപുത്രനെ ഓർത്തു, ഞാൻ അവിടെ നിൽക്കുമ്പോ അപ്പൻ അങ്ങോട്ട് വരും. ഇല്ലില്ല, അപ്പൻ്റെ അടുത്തോട്ട് വാ. അപ്പൻ അടുത്തോട്ട് വരും. അപ്പൻ അടുത്തോട്ട് വന്നാൽ പ്രശ്നങ്ങൾ തന്നെ മാറിപ്പോകും.
യേശുവിന്റെ നാമത്തിൽ നമ്മൾ പ്രാർത്ഥിക്കാൻ വേണ്ടി പോവുക. രോഗികളായി ഭാരപ്പെടുന്നവർ യേശുവിന്റെ നാമത്തിൽ ആ രോഗമുള്ള ഭാഗത്തോട്ടൊന്ന് കൈവച്ച് യേശുവിന്റെ നാമത്തിൽ ഇന്ന് കർത്താവ് നിങ്ങളുടെ ജീവിതത്തിന്റെ അകത്ത് പ്രവർത്തിക്കുന്ന ദൈവമാണ്. ഇത്രയും നാളും ചുമന്നത് മതി, ഇത്രയും നാളും അനുഭവിച്ചത് മതി, ഇന്ന് അത് ഇറക്കി വെക്കാൻ പോകും. യേശുവിന്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. കർത്താവിന്റെ സമാധാനം, കർത്താവിന്റെ അനുഗ്രഹം, കർത്താവിലുള്ള നന്മകൾ യേശുവിന്റെ നാമത്തിൽ ഉണ്ടാകാൻ പോവുക. ഇതെന്റെ ജീവിതം ഒരു സഹന ജീവിതമാണ്, ഞാൻ സഹിച്ച് തീരുവെന്ന് പറഞ്ഞിരിപ്പുണ്ടെങ്കിൽ ഇന്ന് പറ, കർത്താവെ ക്ഷമിക്കണം, അറിയാതെ പറഞ്ഞു പോയതാ, ഞാൻ ഇന്ന് ഇവിടെ ഇറക്കി വെക്കാൻ പോവുക സകല ഭാണ്ഡക്കെട്ടുകളും സകല ഭാരവും. ഇത് യേശുവിന്റെ കൂടെയുള്ള അനുഗ്രഹം അനുഭവിക്കാൻ വിളിക്കപ്പെട്ടവരെന്ന് ബൈബിൾ പറഞ്ഞിരിക്കുന്നു. കർത്താവെ, ഇന്ന് ഞങ്ങൾ കേട്ടു, സമൃദ്ധിയായ ജീവൻ തരാനാണ് കർത്താവ് വന്നിരിക്കുന്നത്. ജീവൻ തരാനല്ല, സമൃദ്ധിയായ ജീവൻ. അത് ഞങ്ങൾ കാണും, അത് ഞങ്ങൾ അനുഭവിക്കും. യേശുവിന്റെ നാമത്തിൽ അധികം കൃപ ഞങ്ങളുടെ മേലുണ്ട്. കുറവുകൾ ഞങ്ങൾക്ക് ഉണ്ടായേക്കാം, പക്ഷെ അധികം കൃപ തന്ന ദൈവം ഞങ്ങളെ നിർത്തും. യേശുവിന്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നപ്പ ഈ സമയത്ത് കർത്താവ് ഒത്തിരി പ്രശ്നങ്ങൾ നടുവിൽ നിൽക്കുന്നുണ്ട്. ഞങ്ങൾ അവർക്ക് വേണ്ടിയൊക്കെ ഒരുമിച്ചൊന്ന് പ്രാർത്ഥിച്ചേ. നമ്മൾ ഒരുമിച്ച് ഇന്നലെ കഴിഞ്ഞ ദിവസം സരിതസിസ്റ്റർ പറഞ്ഞതുപോലെ പ്രയർ റിക്വസ്റ്റ് കാണാൻ ഞാൻ ലേറ്റ് ആയിപ്പോയി, പക്ഷെ അതിനുശേഷം നമ്മൾ ഒരുമിച്ച് പ്രാർത്ഥിച്ചു. എല്ലാവർക്കും വേണ്ടി ഒരുമിച്ച് പ്രാർത്ഥിച്ച കൂട്ടത്തിൽ പ്രിയമകൾ ഇങ്ങനെ പറഞ്ഞു, അസ്ഥികളുടെ വേദന, നമ്മൾ ഇന്നലെ കേട്ട സാക്ഷ്യമാണല്ലോ, അസ്ഥികളുടെ വേദന യേശു തൊട്ടു. അസ്ഥികൾ നടക്കാൻ പോലും ഇരിക്കാൻ പോലും കഴിയാതെ പ്രിയമകൾ ഭാരപ്പെട്ടത്. പക്ഷേ ആ പ്രാർത്ഥനാ വിഷയങ്ങൾ ഒരുമിച്ച് കർത്താവിന്റെ സന്നിധിയിൽ പ്രാർത്ഥിച്ചു. ദൈവം മകളെ തൊട്ടെന്ന് കേട്ടതുപോലെ ഇന്നും കർത്താവിന്റെ പ്രവൃത്തി ഉണ്ടാകുക, ഇന്നും കർത്താവിന്റെ അത്ഭുതം ഉണ്ടാകുക. യേശു ജീവിക്കുന്നു, കർത്താവ് നമ്മുടെ കൂടെയുണ്ട്. തകർന്നു പോകുവാൻ സമ്മതിക്കത്തില്ല കേട്ടോ. യേശുവിൽ വിശ്വസിക്കുന്ന ഒരു വ്യക്തിയെ തകരുവാൻ ദൈവം സമ്മതിക്കത്തില്ല. യേശുവിന്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. ഞാനൊരു മകനെ കാണാം, അവന്റെ പേര് മനു എന്ന പേര്. ഇൻ ദ നെയിം ഓഫ് ജീസസ് ഞങ്ങൾ അവന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. യേശുവേ, ആ മകന്റെ ജീവിതത്തിൽ ഭാവി ഓർത്ത് ഭാരപ്പെടുന്ന അമ്മയുടെ കണ്ണുനീരിന് മറുപടിയായി 2024 മെയ് മാസം അവന്റെ ജീവിതത്തിൽ കർത്താവ് ഇറങ്ങാൻ പോവുകയാണ്. ഞങ്ങൾ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു. വിശാലമായ ദൈവത്തിന്റെ കരം കൂടെ ഉണ്ടല്ലോ. ഈ ദിവസം ഞങ്ങളത് കാണാൻ പോവാം. ഞങ്ങൾ തമ്മിൽ അനുഗ്രഹിക്കുന്നു. ഞങ്ങൾ ദിവ്യാരോഗ്യത്തോടെ ദീർഘായുസോടെ ദൈവത്തെ സ്തുതിക്കും. താഴ്ച പ്രാപിക്കത്തില്ല, ഉയർച്ച പ്രാപിക്കത്തുള്ളൂ. ബാലല്ല, തലയത്രേ. ഈ മാസം ഞങ്ങളുടെ ജീവിതത്തിൽ അത്ഭുതങ്ങളുടെ മാസം, ഹൈ ഫേവറിന്റെ മാസം. കർത്താവെ, അങ്ങ് തൊട്ട് ഈ നിമിഷം തന്നെ സൗഖ്യം നടത്തിയ കൃപ, രോഗങ്ങൾ സൗഖ്യമാക്കിയതിന് നന്ദി, തകർച്ചകൾ മാറ്റിയ കൃപയ്ക്ക് നന്ദി, ഞെരുക്കങ്ങൾ വിശാലമാക്കിയ കൃപയ്ക്ക് നന്ദി. വായ്പ വാങ്ങത്തില്ല, ഞങ്ങൾ വാരി വിതറി കൊടുക്കും, ഉയർച്ച പ്രാപിക്കും. ഞങ്ങൾ ഈ ദിവസം കർത്താവ് സകല ബന്ധനങ്ങളും യേശുവിന്റെ അതിൽ പൊട്ടി മാറ്റിച്ചതിന് നന്ദി. കർത്താവ് അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു. അത്ഭുത സാക്ഷ്യങ്ങൾക്ക് നന്ദി, യേശുവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ. ഹല്ലേലൂയ. ആമേൻ. കർത്താവ് നമ്മുടെ കൂടെ ഉണ്ട് കേട്ടോ. അപ്പൊ ഈ ദിവസങ്ങളിൽ ആരെങ്കിലും പറയുവാണ്, ഏത് ഉപദേശം എന്ന് പറഞ്ഞാലും, ദൈവത്തോട് അടുത്താൽ കൂടുതൽ പ്രശ്നം വരുന്നതിന് ഉപദേശം എന്ന് പറഞ്ഞാലും ബൈബിളിൽ കാണിക്കാൻ പറയണം. ഉടനെ അവരെടുത്തുകൊണ്ട് വരും. പഴയ നിയമത്തിൽ ഇയ്യോബിനുണ്ടായ ശോധന നിങ്ങൾ പറയണം, അത് ഇയ്യോബിന്റെ കാലഘട്ടത്തിലാണ്. എന്നാൽ പുതിയ നിയമത്തിൽ കാൽവരി ക്രൂശിലൂടെ കർത്താവിന്റെ സകല പ്രശ്നത്തെ മാറ്റിയിരിക്കുന്നു. ഇത് പുതിയ നിയമമാണ്. ഇത് കാൽവരി ക്രൂശിൽ പിശാചിന്റെ തല തകർത്ത യേശുവിന്റെ സുവിശേഷമാണ്. ഇത് പാപികളുടെ സുവിശേഷമല്ല, നീതിമാനാക്കിയ യേശുവിന്റെ സുവിശേഷമാണ്. കർത്താവായ യേശുവിന്റെ സുവിശേഷമാണ്. പാമ്പുകളെയും തേളുകളെയും സകല ശത്രുവിന്റെ ബലത്തെ ചവിട്ടുവാൻ എനിക്ക് അധികാരം തന്ന, ഒന്നും നിനക്ക് ഒരിക്കലും ഒരു ദോഷവും വരത്തില്ലെന്ന് പറഞ്ഞ യേശുവിന്റെ സുവിശേഷമാണ്. അതുങ്ങൾ അങ്ങോട്ട് തിരിച്ചു പറഞ്ഞോണം, വാചനം വെച്ച് പറഞ്ഞോണം. അവൻ നിങ്ങളെ വിട്ട് ഓടിപ്പോക്കോളും. കർത്താവ് അനുഗ്രഹിക്കട്ടെ. ഈ സമയത്ത് ആർക്കെങ്കിലും സാക്ഷ്യങ്ങൾ പറയാനുണ്ടെങ്കിൽ പറയാം. നമ്മൾ വിശ്വാസ പ്രഖ്യാപനങ്ങളെ ഏറ്റുപറഞ്ഞു പ്രാർത്ഥിക്കാൻ വേണ്ടി പോകുവാണ്. വൻ കാര്യങ്ങളെ കർത്താവ് ചെയ്തു കഴിഞ്ഞു. ഈ ദിവസങ്ങളിൽ തിരിച്ചറിഞ്ഞോണം, ഞാൻ ഇനി പുറകോട്ട് പോകത്തില്ല. ഞാൻ ഉറപ്പിച്ചു പറയാം, നിങ്ങളുടെ വിഷയങ്ങൾ മാറാനുള്ള ഏറ്റവും നല്ല മാർഗ്ഗമാണ് ഞാൻ പറഞ്ഞു നിൽക്കുന്നത്. നാളെ ചോദിക്കരുത്, ബ്രദറെ രക്ഷപ്പെടാൻ എന്നാ മാർഗം, ഇതാ മാർഗം. അടുത്തോട്ട് ചെല്ലി, ഉറപ്പിച്ച് ഞാൻ പറയാം, അടുത്തോട്ട് ചെല്ലി, സമയം കണ്ടെത്തി. ഈ ബ്രദർ എനിക്ക് സമയമില്ല, അവിടെ നിൽക്കത്തുള്ളൂ. നിങ്ങൾ സ്റ്റക്കായി നിൽക്കത്തേ ഉള്ളൂ. ഞാൻ ശപിക്കുമൊന്നും അല്ല കേട്ടോ. രക്ഷപ്പെടാനുള്ള മാർഗമാണ് ഞാൻ ഈ പറയുന്നത്. ഉയർച്ച പ്രാപിക്കാനുള്ള മാർഗം. സമയം കൊടുത്തു നോക്കിയേ, ദൈവം അടുത്തോട്ട് വരും. ദൈവം അടുത്തോട്ട് വന്നാൽ VVIP വരുന്നത്. ചുറ്റുവട്ടമുള്ള സകലതും ദൈവം നേരെ, ദൂതന്മാര് സകലത്തെ വെട്ടിമാറ്റിക്കോളും. നിങ്ങളൊന്നും ചെയ്യണ്ട, സകലത്തെ ദൈവം വെട്ടിമാറ്റിക്കോളും. ആമേൻ. നമുക്ക് പ്രാർത്ഥിക്കാം. ആർക്കെങ്കിലും സാക്ഷികൾ ഉണ്ടെങ്കിൽ പറയാം. നമ്മൾ വിശ്വാസ പ്രഖ്യാപനങ്ങൾ ഏറ്റു പറയാൻ വേണ്ടി പോവാണ്. ഉള്ളവരാരെങ്കിലും ഉണ്ടെങ്കിൽ പറഞ്ഞാട്ടെ. ഹലോ, പറഞ്ഞു സിസ്റ്ററെ. ബ്രദറെ, ഇന്നലെ മെഞ്ഞാന്ന് നൈറ്റ് ഫ്ലൈറ്റിന് എന്റെ ഹസ്ബൻഡ് ഗൾഫ് പോയി. രണ്ടാമത് ഞാൻ ബ്രദറിനോട് പറഞ്ഞല്ലോ, ചെറിയ ഷട്ട് ഡൗൺ കിട്ടിയെന്ന്.
അപ്പം അതിന് പോയായിരുന്നു. അപ്പൊ അതിന് പോകുന്നതിന് മുന്നേ ഏട്ടന്റെ ഒരു ഫ്രണ്ട് അവിടെ പോയായിരുന്നു. അപ്പം മൂപ്പര് അവിടെ ചെന്ന സമയത്ത് ഇങ്ങോട്ട് വിളിച്ചു പറഞ്ഞത് അവിടെ ഒരു റൂമിൽ 4 പേരാണ്, ഫുഡൊക്കെ വളരെ മോശമാണ്, അതേപോലെ ടോയ്ലറ്റ് ഫെസിലിറ്റി വളരെ വൃത്തിയൊന്നും ഇല്ല, വളരെ മോശമാണെന്നൊക്കെയാണ്. അപ്പം ഏട്ടന് പോവാൻ തന്നെ മടിയായിരുന്നു. ഞാൻ പോണോ, പിന്നെ നമുക്ക് ജോലിയല്ലേ, സാലറി കിട്ടിയല്ലേ പറ്റുള്ളൂ. ഭയങ്കര സങ്കടത്തിലായിരുന്നു ഇവിടുന്ന് പോയിട്ടുണ്ടായിരുന്നത്. അപ്പം അത് അറിഞ്ഞപ്പോ മുതല് ഞാൻ ബ്രദർ പറഞ്ഞ സാക്ഷി പാമ്പുകളെയും തേളുകളെയും എന്ന് പറയുന്ന വചനവും അതേപോലെ ദീപോണ്ണ ശക്തനാക്കുന്ന യേശു, ആ 2 വചനവും ഞാൻ പറഞ്ഞുകൊണ്ടേ ഇരിക്കുന്നുണ്ടായിരുന്നു. പക്ഷെ എനിക്ക് ഭയങ്കരമായിട്ടൊരു ധൈര്യമായിരുന്നു. അവിടെ ഏട്ടൻ ചെല്ലുന്ന സമയത്ത് കർത്താവ് അവിടെ ഉള്ള എല്ലാ ഇതും മാറ്റി ഏട്ടൻ അനുകൂലമായിട്ടുള്ളതായിരിക്കുന്നു. അതേപോലെ തന്നെ ആള് ഇന്നലെ ഖത്തറിലെത്തി ആള് നേരെ പോയത് നല്ല ക്യാമ്പിലേക്കാണ്. അവിടെ റൂമും ഫുഡും എല്ലാം ഓക്കെയാണ്. അതേപോലെ ക്ലോസറ്റ്സ്, ബാത്റൂം ഫെസിലിറ്റിയും എല്ലാം അത്യാവശ്യം നല്ല സ്റ്റാൻഡേർഡ് ഉള്ളത് തന്നെ ആൾക്ക് ലഭിച്ചു. അപ്പൊ നമ്മള് മനസ്സറിഞ്ഞ് പ്രാർത്ഥിച്ചാല് എന്ത് കാര്യം മാറ്റാൻ പറ്റില്ല എന്ന് വിചാരിക്കുന്ന, അല്ലെങ്കിൽ സാധാരണ ഒരാള് ചിന്തിച്ചാ ഇല്ല, 4 പേരുള്ള റൂമില് ഉള്ള അക്കോമഡേഷൻ കൊടുത്തത് എങ്ങനെ ഇപ്പം 2 പേരുള്ള റൂമിലുള്ള ഏട്ടനും കൂടാതെ റൂമിൽ ഒരാളും കൂടിയേ ഉള്ളൂ. ആദ്യം പോയ ആൾക്കും ഇതേപോലെ നല്ല സ്ഥലത്തേക്കുള്ള അക്കോമഡേഷൻ റെഡിയായി. അപ്പം അത് ഞാന് സാക്ഷ്യമായിട്ട് പറയാം. ഈ പ്രാവശ്യം ഏട്ടൻ പറഞ്ഞപ്പോ തന്നെ എനിക്ക് ഭയങ്കര ധൈര്യമായിരുന്നു. ടെൻഷനൊന്നുമില്ലായിരുന്നു. അവിടെ എല്ലാം ശരിയാവും, ഏട്ടൻ അവിടെ ചെല്ലുമ്പോഴത്തേക്ക് എല്ലാം ശരിയാവും എന്നുള്ള ഒരു ഉറച്ച വിശ്വാസം എനിക്കുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ എനിക്ക് ആദ്യത്തെ പ്രാവശ്യം പോകുന്ന പോലെ ടെൻഷനോ അങ്ങനത്തെ കാര്യമൊന്നും ഇല്ലായിരുന്നു. എനിക്ക് വളരെ ഒരു സമാധാനമായിരുന്നു അവിടെ ചെന്ന് കഴിഞ്ഞാൽ എല്ലാം ശരിയാവും എന്നുള്ളത്. അതേപോലെ ബ്രദർ പ്രാർത്ഥിക്കുന്ന സമയത്ത് ആളുടെ മെമ്മറി ഇഷ്യൂ ഇപ്പോഴും ആൾക്ക് അതിനൊരു കോൺഫിഡൻസ് വന്നിട്ടില്ല. പക്ഷെ എനിക്ക് വിശ്വാസമുണ്ട് ആളുടെ എല്ലാ പ്രശ്നങ്ങളും എന്റെ അപ്പം മാറ്റും, അവിടെ വചനം എന്തായാലും പ്രവർത്തിക്കുമെന്ന് ഞാൻ വിശ്വാസത്തിൽ തന്നെയാണ് ഞാൻ ഇരിക്കുന്നത്. ആമേൻ. പ്രിയ സിസ്റ്റർ പറഞ്ഞത് വലിയൊരു സാക്ഷ്യത്തിനാണ്. കാര്യം നിങ്ങൾ ആ വാക്ക് ശ്രദ്ധിച്ചാൽ മതി. നന്മ കിട്ടി വിദേശത്തേക്കുള്ള ഒരു വാതിൽ ദൈവം തുറന്നാൽ പിശാച് എന്ത് ചെയ്ത് മറ്റൊരാളോട് ഇടപെട്ട് ഇങ്ങോട്ട് വരരുത്, അക്കോമഡേഷൻ മോശമാണ്, ഫുഡും മോശമാണ്, ടോയ്ലറ്റ് മോശമാണ്. പെട്ടെന്ന് അദ്ദേഹത്തിന്റെ മനസ്സും അടുപ്പിച്ച് എന്നാൽ പോണോ, നന്മയാണ്, പോണോ, പുറകോട്ട് വലിച്ചു. എന്നാൽ പ്രിയമകള് പറഞ്ഞതുപോലെ ഇല്ല, ഒരു ധൈര്യത്തോടെ പറഞ്ഞില്ല, പാമ്പുകളെയും തേളുകളെയും ശത്രുവിന്റെ സകലബലത്തെയും ചവിട്ടാൻ കർത്താവ് എനിക്ക് അധികാരം തന്നിരിക്കുന്നു, ഒന്നും ഒരിക്കലും ഒരു ദോഷവും വരത്തില്ല. പിന്മാറി എന്ന ആളെ ബലപ്പെടുത്തി മുന്നോട്ട് വിട്ടു. അവിടെ ചെന്നപ്പം ആ വിളിച്ചു പറഞ്ഞ ആള് പറഞ്ഞ എന്നാണ്, വരരുത്, കുഴപ്പമാണ്. പക്ഷെ ഏറ്റവും നല്ലൊന്ന് ദൈവം തുറന്നു. നമ്മൾ കേട്ട വചനം പോലെ തന്നെ നമ്മൾ ഓർക്കും നമ്മൾ മുമ്പിൽ എല്ലാം പ്രശ്നമാണ്, മാറത്തില്ല, വലിയ കുഴപ്പമാണ്. പക്ഷെ ഒരു കാര്യം ഞാൻ പറയാം, വചനം പറഞ്ഞ് മുന്നോട്ട് പൊക്കോണം, വഴി ദൈവം തുറന്നോളും. ഹല്ലേലൂയ. കർത്താവ് ഇന്ന് കൊടുത്ത ആ നന്മയ്ക്ക് നന്ദി, കൊടുത്ത ധൈര്യത്തിനും വിശ്വാസത്തിനും ഉറപ്പിനും സാക്ഷ്യത്തിനും നന്ദി, യേശുവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ. 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 മറ്റാരെങ്കിലും ഉണ്ടോ സാക്ഷ്യം പറയാൻ? പറഞ്ഞു. പപ്പായ്ക്ക് അത്രയും ബെറ്റർ ആണ് സിസ്റ്റർ ചെയ്തിട്ടുണ്ട്. ഇന്നലെ പ്രാർത്ഥിച്ചായിരുന്നല്ലോ ബ്രദർ. തീർച്ചയായിട്ടും പ്രിയ സിസ്റ്ററുടെ നമ്മൾക്ക് അറിയാം, അവരുടെ പിതാവ് ഹോസ്പിറ്റലിലായിരുന്നു, ഇച്ചിരി കോംപ്ലിക്കേറ്റഡ് ആയിരുന്നു. എന്നാൽ കൃപയാൽ പ്രാർത്ഥിക്കാൻ ദൈവം കൃപ തന്നു. പ്രിയ പിതാവിന് എല്ലാം നോർമൽ ആവുമെന്ന് കേൾക്കാൻ ഇടയായി തീർന്നു. വാർദ്ധക്യമുണ്ട്, എങ്കിലും വാർദ്ധക്യത്തിലും ദൈവം കൊടുത്ത ആ ഒരു സൗഖ്യത്തിനും ദൈവം കൊടുത്ത ആരോഗ്യത്തിനും നന്ദി പറയുന്നു. കർത്താവ് തൊട്ടല്ലോ, പ്രാർത്ഥന കേട്ട കൃപയ്ക്ക് നന്ദി, യേശുവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ. ഒരു സാക്ഷ്യങ്ങളുണ്ട്. പറഞ്ഞു. ഇന്നലെ ഞാൻ നമ്മുടെ പ്രാർത്ഥനയിൽ കൂടിയത്, ഞാൻ പാർക്കിങ്ങിലോട്ട് കിടന്ന, എനിക്കൊരു അപ്പോയിന്റ്മെന്റ് ഉണ്ടായിരുന്നു. അപ്പം നേരത്തെ പറഞ്ഞു പ്രാർത്ഥന മിസ് ചെയ്യരുത്. അപ്പം ഞാൻ പാർക്കിങ്ങിലോട്ട് കിടന്നാണ് ഞാൻ ഇന്നലെ പ്രാർത്ഥനയിൽ പങ്കെടുത്തത്. അത് കഴിഞ്ഞ് വണ്ടിയിൽ നിന്ന് ഇറങ്ങി ഞാൻ ആ ബിൽഡിങ്ങിലോട്ട് നടന്നു പോകുമ്പോൾ എൻ്റെ ദേഹം മുഴുവൻ അങ്ങ് ഭയങ്കര ഫ്ലെയിംസ് എനിക്ക് ഫീൽ ചെയ്യാം. ഭയങ്കരമായിട്ട് കത്തുന്ന ഒരു ഫീലിംഗ് ആയിരുന്നു. ആ കർത്താവിന്റെ പ്രസൻസ് എന്നോട് കൂടെ ഉണ്ടെന്ന് എന്നെ ദൈവം അറിയിച്ച ഒരു ദിവസം ആയിരുന്നു ഇന്നലെ. അതെനിക്ക് പറയാതിരിക്കാൻ വയ്യ. ഞാൻ പറയണ പിന്നെ പറയണം എന്നുള്ള ഒരു ഇത് മനസ്സ് വന്നുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. ആമേൻ. തീർച്ചയായിട്ടും പ്രിയ സുഷമ പറഞ്ഞ പോലെ. ആമേൻ. ഞാൻ എപ്പോഴും പറഞ്ഞു, നമുക്ക് ദൈവ സാന്നിധ്യം പല രീതിയിലാണ്. കർത്താവ് നമ്മുടെ കൂടെ ഉണ്ടെന്ന് നമ്മുടെ ശരീരത്തിൽ നമുക്ക് അറിയാൻ പറ്റും. അത് ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്. ബ്രേസ്റ്റ് പറഞ്ഞ പോലെ ശരീരത്തിൻ്റെ അകത്ത് ആ ഒരു കത്തുന്ന അനുഭവത്തിലൂടെ
കർത്താവ് നമുക്കറിയാൻ പറ്റും, ആ കർത്താവ് നമ്മളെ നടത്തും. ഞാൻ പറയില്ല, നമുക്ക് അനുഭവിക്കാൻ പറ്റും. യേശു കർത്താവിന്, ദൈവത്തെ നമുക്ക് അനുഭവിക്കുവാൻ പറ്റും. നമ്മുടെ ശരീരത്തിൽ കർത്താവ് കൂടെ ഉണ്ടെന്ന് പറയുക മാത്രമല്ല, നമുക്കത് അനുഭവിക്കുവാൻ പാകത്തിൽ പ്രിയമാരുടെ ജീവിതത്തിൽ ഒരു അനുഭവം ദൈവം കൊടുത്ത കൃപയ്ക്ക് നന്ദി. ഇനിയും ഇനിയും അത് വർദ്ധിക്കട്ടെ, യേശുവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ. 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 സ്തോത്രം. ഹല്ലേലൂയ. ആമേൻ. 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 മറ്റാരെങ്കിലും ഉണ്ടോ? എന്നോട് ഷീബാസ്റ്റർ എനിക്കൊരു സാക്ഷ്യം പറയാനുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഷീബാസ്റ്റർ ഇന്ന് പ്രയർ ജോയിൻ ചെയ്യുമെന്ന് എനിക്ക് അറിയത്തില്ല. എനിക്ക് വന്ന് വൈകുന്നേരം എനിക്ക് മെസ്സേജ് അയച്ചായിരുന്നു, സാക്ഷ്യം ഉണ്ടെന്ന് പറഞ്ഞൊരു സിസ്റ്റർ ഉണ്ടോ? പ്രയറിലുണ്ടോ? ഷീന സിസ്റ്റർ അല്ലേ? ഷീന സിസ്റ്റർ എനിക്ക് വന്നില്ല എന്നെ തോന്നുന്നു. ഹലോ അതുപോലെ ബ്രദർ. തിരക്കൻ ഉണ്ട്. ഹലോ പറഞ്ഞോ പറഞ്ഞു. ബ്രദർ, എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചോളൂ. കാരണം ഒരു കാലിന് ബലമുണ്ട്. ഇന്നലെ എഴുന്നേറ്റ് ഇങ്ങനെ സപ്പോർട്ട് ചെയ്ത് എഴുന്നേറ്റ് നിന്നപ്പം പക്ഷെ അരക്കെട്ടിന് ബലമായിട്ടില്ല. അരക്കെട്ട് ബലമാകുമ്പോ ഒരു സെക്കൻഡ് നിന്നുള്ളൂ. അങ്ങനെ രണ്ടാളും കൂടി താങ്ങി പിടിച്ചു ഒരു സെക്കൻഡ്, പിന്നെ ഇരുന്നു വേഗം. അരക്കെട്ടിന് ബലമായിട്ടില്ല. അപ്പൊ ഒരു കാലിന് ബലം വന്നു. ആമേൻ. ഇന്നലെ നമ്മൾ കേട്ടതാണ്. നേരത്തെ രണ്ട് കാലിനും ബലമില്ലായിരുന്നു അല്ലേ? ഇല്ലില്ല, ബലം ഉണ്ടായിരുന്നില്ലല്ലോ. അപ്പൊ ഒരു കാലിന് ബലമുണ്ട്. ഒരു കാലിന് ഇപ്പൊ കൂടുതൽ നല്ല സ്ട്രോങ് ആയിട്ട് ഇരിക്കുന്നുണ്ട്. അത് പ്രാർത്ഥിച്ച പിന്നെ കുറഞ്ഞിട്ടുണ്ട്. ആമേൻ. ഒരുമിച്ച് ആദ്യം നിങ്ങൾ എല്ലാവരും ഒരു ആമേൻ പറഞ്ഞു. ആമേൻ. സ്തോത്രം. ഹല്ലേലൂയ. പ്രിയ സിസ്റ്റർ ഇന്നലെ നമ്മളോട് പറഞ്ഞു, അരയ്ക്ക് കീഴ്പോട്ട് സിസ്റ്റർ തളർന്നിരിക്കുവാണ്, നടക്കാൻ പറ്റത്തില്ല, എണീക്കാൻ പറ്റത്തില്ല, രണ്ട് കാലുകൾക്കും ബലമില്ല, വേദനയാന്ന് പറഞ്ഞു. ഇന്ന് സിസ്റ്റർ ഒരു സാക്ഷ്യം പറഞ്ഞു, ഒരു കാലിന് ബലം വന്നു. അതില്ലായിരുന്നു, അങ്ങനെ സംഭവം ഇല്ലായിരുന്നു. പക്ഷെ ഒരു കാലിന് ബലം വന്നു, പിടിച്ച് എണീറ്റ് നിൽക്കാൻ പറ്റി. ഒരു കാലിന് ബലമുണ്ട്. പക്ഷെ നിങ്ങൾ ആരെങ്കിലും ഈ സാക്ഷ്യം കൊണ്ട് തൃപ്തരാണോ? ഒരു കാലിന് ബലം മതിയോ? പോരാ പോരാ പോരാ. അങ്ങനെയെങ്കിൽ യേശുവിന്റെ നാമത്തെ കർത്താവ്, ഞങ്ങൾ ഈ സാക്ഷ്യത്തിന് ഞങ്ങൾ ആമേൻ പറയുന്നെങ്കിൽ ഞങ്ങൾ തൃപ്തരല്ല. പ്രിയമകൾ ഇന്നലെ വലിയ സങ്കടത്തോടെയാണ്, രണ്ട് കാലിലും ചലനമില്ലാതെ വേദനയാൽ ഭാരപ്പെട്ടിരിക്കുക എന്ന് പറഞ്ഞ് അരയ്ക്ക് കീഴ്പോട്ട്. പക്ഷെ ഇന്ന് ഞങ്ങൾ കേട്ടു, ഒരു കാലിന് ബലം വന്നു, ഒരു കാല് സ്ട്രോങ് ആയി, മറ്റേ കാല് പഴയ പോലെ തന്നെയാണ്. അരയ്ക്ക് കീഴ്പോട്ട് ഇനിയും ശക്തി വേണം. പക്ഷെ കർത്താവ് ഒരു കാല് സൗഖ്യമാക്കിയ കർത്താവ് അവിടെ കൊണ്ട് നിർത്തത്തില്ല. ഞങ്ങൾ ഇന്നലെ പറഞ്ഞതുപോലെ തൃശ്ശൂര് പട്ടണത്തിലൂടെ പ്രിയമകൾ ഓടി നടന്ന് സാക്ഷ്യം പറയും. അതിൽ കുറഞ്ഞ ഒന്നും ഞങ്ങൾ പിടിക്കുന്നില്ല, അതിൽ താഴെ ഞങ്ങൾ വിശ്വസിക്കുന്നില്ല. ഈ സാക്ഷ്യത്തിൽ ഞങ്ങൾ പൂർണ്ണ തൃപ്തരല്ല. പക്ഷെ ഞങ്ങൾക്ക് സന്തോഷമുണ്ട്. കർത്താവെ, ഒരുമിച്ച് നമ്മളെ പ്രിയ സിസ്റ്റർ അനുഗ്രഹിച്ചു പ്രാർത്ഥിച്ചു. യേശുവേ, നമ്മൾ ഇനി പ്രാർത്ഥിക്കേണ്ടത് ഹല്ലേലൂയ. ക്ലിയർ ഇല്ല, സൗണ്ട് ഇല്ല. കേൾക്കാൻ പറ്റുന്നുണ്ടോ? കേൾക്കാം ബ്രദർ. ഓക്കെ. നമ്മള് ഷീല സിസ്റ്റർ പറഞ്ഞ സാക്ഷ്യം നിങ്ങൾ കേട്ടല്ലോ. എത്ര പേര് അവിടെ എവിടെ പോലെ സൗണ്ട് മുറിഞ്ഞു പോയത്? എനിക്കറിയത്തില്ല എവിടെ പോലെ മുറിഞ്ഞു പോയത്. കാലിന് ബലമില്ലായിരുന്നു. ഓക്കെ. സിസ്റ്ററുടെ രണ്ട് കാലിലും ബലമില്ലായിരുന്നു, നിൽക്കാൻ കഴിയത്തില്ലായിരുന്നു, വേദനയാൽ ഭാരപ്പെടുന്ന കർത്താവ് ഇന്നലെ തൊട്ടു. കർത്താവിന്റെ കൃപയിൽ ഒരു കാലിന് മേൽ ശക്തി വന്നു, ബലം വന്നു, എണീറ്റ് കുറച്ചു നേരമാണെങ്കിലും നിൽക്കാൻ പറ്റി. പക്ഷെ പോരാ, നമ്മൾ തൃപ്തരല്ല. പക്ഷെ ഇനി നമ്മൾ ഷീലാസ്റ്റർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നില്ല. ഒന്ന് നമ്മൾ പ്രാർത്ഥിച്ചാൽ രണ്ടാമത് നമ്മൾ എന്നാ സാധാരണ ചെയ്യുന്ന ആർക്കെങ്കിലും അറിയാവോ? ഒന്ന് പ്രാർത്ഥിച്ചപ്പോൾ എന്നാ ചെയ്യും? സൗഖ്യം കിട്ടാൻ പ്രാർത്ഥിക്കും. നമ്മൾ ഇനി കേട്ടോണം, ഇനി ഷീലാസ്റ്റർക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കത്തില്ല. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് എന്താണെന്ന് വെച്ചാൽ, കർത്താവെ, പ്രാർത്ഥിക്കുമ്പോൾ ലഭിച്ചു എന്ന് വിശ്വസിപ്പിൻ, എന്നാൽ നിങ്ങൾക്കത് ഉണ്ടായി വരാൻ. ഇനി അടുത്തത് ഉണ്ടായി വരാൻ പോവാ. ഇനി ഷീലാസ്റ്ററെ ആ ബലം കിട്ടിയ ആ രണ്ട് കാലിലോട്ട് കൈ എടുത്ത് വെച്ച് നമ്മൾ ഇനി ബ്ലസ് ചെയ്യാൻ പോവാണ്. ഇങ്ങനെയാ ബ്ലസ് ചെയ്യുന്ന. കർത്താവെ, ഞങ്ങൾ ഇന്നലെ പ്രാർത്ഥിച്ചു, കർത്താവായ യേശു തൊട്ടു, പ്രിയമകളുടെ കാലിന് ബലം കൊടുത്തു.
ഇനി ഞങ്ങൾ കർത്താവിന്റെ നാമത്തിൽ ഞങ്ങൾ കണ്ണടച്ചുകൊണ്ട് എല്ലാവരും വിഷയം കണ്ട് ശിലാസ് ഞങ്ങൾ കണ്ണുകൊണ്ട് കാണുന്നില്ല, പക്ഷെ ആത്മാവിൽ കാണുന്നു. തൃശ്ശൂര് പട്ടണത്തിലൂടെ ഓടി നടന്നും തുള്ളിയും ദൈവത്തെ യേശു എന്നെ തൊട്ടെന്ന് പറയാൻ വേണ്ടി പോവാണ്. കർത്താവെ, ആ സൗഖ്യം ലഭിച്ചതിനായി നന്ദി. ഇപ്പൊ മുതൽ ഇനി സിസ്റ്റർ പ്രാർത്ഥിക്കരുത്. സൗഖ്യമാകാൻ പ്രാർത്ഥിച്ചാൽ സൗഖ്യമാകത്തില്ല. ഇനി സൗഖ്യമാകാൻ പ്രാർത്ഥിക്കരുത്. കർത്താവ് എന്നെ സൗഖ്യമാക്കിയതിന് നന്ദി. കൈയെടുത്ത് വെച്ചിട്ട് പറഞ്ഞ സൗഖ്യമാക്കിയതിന് നന്ദി. ഇപ്പൊ തന്നെ ആ ഞരമ്പുകളിലേക്ക്, ബ്ലഡിലേക്ക് എല്ലാം, അസ്ഥിയിലേക്ക് എല്ലാം ജീവൻ വ്യാപരിക്കുക. എന്നെ സൗഖ്യം എല്ലാവരും ഒന്ന് പറഞ്ഞ കർത്താവെ, ഞങ്ങൾ ഷീലാ സിസ്റ്ററിനെ കർത്താവ് ഒരു കാലിന് ബലം കൊടുത്തു, 2 കാലുകളുടെ മേലേക്കും കർത്താവിന്റെ സൗഖ്യം തന്നതിനായി നന്ദി. സൗഖ്യമാക്കിയതിന് നന്ദി. ലഭിച്ചു എന്ന് വിശ്വസിപ്പിൻ എന്നാൽ ഉണ്ടാകും. ലഭിച്ചു എന്ന് വിശ്വസിപ്പിൻ എന്നാൽ ഉണ്ടാകും എന്ന് പറഞ്ഞ വചനത്താൽ ഞങ്ങൾ അനുഗ്രഹിക്കുന്നു. 2 കാല് ഊന്നി യേശുവിന്റെ നാമത്തിൽ ഇന്ന് തന്നെ ഇപ്പോൾ തന്നെ ലഭിച്ചു എന്ന് വിശ്വസിപ്പിൻ. അത് ഉണ്ടായി വന്ന കൃപയ്ക്ക് നന്ദി. സിസ്റ്റർ ചെക്ക് ചെയ്തോണം, മറക്കരുത്. കർത്താവിന്റെ നാമത്തിൽ ഒരു മനുഷ്യന്റെയും കൈത്താങ്ങില്ലാതെ എണീറ്റോണം. ഒരു സപ്പോർട്ടും, ഞാൻ സപ്പോർട്ടിനെ സപ്പോർട്ട് ചെയ്യത്തില്ല. യേശു ജീവിക്കുന്നതുകൊണ്ട് ചാടി എണീറ്റോണം കേട്ടോ. യേശുവിന്റെ നാമത്തിൽ കർത്താവിന്റെ കാലുകളുടെ മേൽ ബലം കൊടുത്ത കൃപയ്ക്ക് നന്ദി. യേശുവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ. ഹല്ലേലൂയ. ആമേൻ, ആമേൻ, ആമേൻ. കർത്താവ് നമ്മുടെ കൂടെയുണ്ട്. മറ്റാരെങ്കിലും ഉണ്ടോ സാക്ഷ്യം? മറ്റാരുമില്ല എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഈ ദിവസങ്ങളിൽ എന്തോ പറഞ്ഞു. ബ്രദറെ, എനിക്കൊരു കാര്യം പറയാണ്ട്. അത് എന്റെ വീട്ടിന്റെ അടുത്ത് തന്നെ ഒരു കാവുണ്ട് അടുത്ത്. അപ്പൊ അവിടെ ഉത്സവം നടക്കുകയാണ്. അപ്പൊ അടുത്തടുത്ത് വീട്. അപ്പൊ എന്റെ ഈ അടുത്തുനിന്ന് ഞാനേ പോവാണ്ടുള്ളൂ. അപ്പൊ എനിക്ക് പോവാൻ ഒരു താല്പര്യമില്ല. പക്ഷേങ്കിൽ ആടുന്ന് ഇങ്ങനെ ഒരു താല്പര്യം എന്ന് വെച്ചാൽ നമ്മൾ പണ്ടെല്ലാം നമ്മള് ഹിന്ദുവിലെ ഇതില് വിശ്വസിക്കല്ലേന്ന്. അപ്പൊ ഈ ചെണ്ടയെല്ലാം മുട്ടുമ്പോ അപ്പാട് പോവും. പക്ഷെ ഇപ്പൊ എനിക്ക് ഈ ദൈവത്തെ അറിഞ്ഞ ശേഷം എനിക്ക് പോവാനേ താല്പര്യമില്ല. പക്ഷേങ്കിൽ എല്ലാരും എന്തെല്ലോ പറയുന്നു പോവായിട്ടു. പക്ഷെ എനിക്ക് ഒരു പോവണമെന്നോ ഒന്നുമില്ല. നമുക്കൊരു വാക്കൊന്ന് പ്രാർത്ഥിക്കാം. കർത്താവിന്റെ പ്രിയമകൾ യേശുവിൽ കൂടുതൽ വളരുവാനും കർത്താവിൽ കൂടുതൽ സമാധാനം അനുഭവിക്കുവാനും ആഗ്രഹിക്കുക. നമുക്ക് ഒരുമിച്ച് ബ്ലസ് ചെയ്ത് പ്രാർത്ഥിക്കാം. കർത്താവെ, നല്ലൊരു ആത്മീയ അന്തരീക്ഷം പ്രിയമകളുടെ ചുറ്റിനും ഉണ്ടാകട്ടെ. ഞങ്ങൾ ഇപ്പോൾ തന്നെ പ്രാർത്ഥിക്കുന്നു. കർത്താവ് യേശുനാഥിൽ ദൂതന്മാരിറങ്ങി പ്രിയമകളുടെ ചുറ്റിനും കാവലാകട്ടെ. കർത്താവ് ഇന്ന് പ്രിയമകളെ മറച്ച് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവ് യേശുവിന്റെ നാമത്തിൽ ഒരു നിർബന്ധം ഉണ്ടാകാതെ കർത്താവ് യേശുവിനെ സ്തുതിക്കുവാനും വചനം കേൾക്കുവാനും പഠിക്കുവാനും ആത്മാവിലാകുവാനുമുള്ള നല്ലൊരു അന്തരീക്ഷം ഇപ്പൊ തന്നെ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ദൂതന്മാരോട് ഞങ്ങൾ പറയുന്നു, പ്രിയമകളെ ചുറ്റി വലഞ്ഞു നിൽക്കട്ടെ. യേശുവിന്റെ എല്ലാ ഭയവും വിട്ടുമാറട്ടെ, എല്ലാ ഭാരവും വിട്ടുമാറട്ടെ. സമാധാനത്തിന്റെ ഒരു അന്തരീക്ഷം എന്ന് അവിടെ ഉണ്ടാകട്ടെ. കർത്താവ് പൊതിയുന്നതിന് നന്ദി. ഈ ദിവസങ്ങളിൽ എല്ലാം മാറുന്ന കർത്താവിനെ സ്തുതിക്കുന്ന നല്ലൊരു അന്തരീക്ഷത്തിനായി സ്തുതി. യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ തന്നെ. ആമേൻ. ആമേൻ. കർത്താവ് നമ്മളെ ഏവരെയും എന്ന് അനുഗ്രഹിക്കുന്ന വൻ കൃപയ്ക്ക് നന്ദി പറയുന്നു. ദൈവം ചെയ്ത എല്ലാ പ്രവൃത്തികൾക്കുമായി സ്തുതിക്കുന്നു. ഈ ദിവസം എനിക്കറിയാം കുറെ കോൾ എനിക്ക് മിസ്സായിട്ടുണ്ട്. ഞാൻ നിങ്ങൾ കുറെ അയച്ച വാട്സാപ്പ് മെസ്സേജ് ഞാൻ റിപ്ലൈ തന്നു വരുന്നുള്ളൂ. ആർക്കും സങ്കടം തോന്നണ്ട. ഞാൻ മനഃപൂർവ്വമായിട്ട് അവോയ്ഡ് ചെയ്തതല്ല. ഞാൻ കുറെ മെസ്സേജുകൾ വന്ന് കിടക്കുന്നുള്ളതുകൊണ്ടാണ് നിങ്ങൾ മെസ്സേജ് അയക്കണം എന്ന് പറഞ്ഞ് നിങ്ങൾ അയക്കാതിരിക്കരുത്. ഞാൻ എന്തായാലും നിങ്ങൾക്ക് റിപ്ലൈകൾ തരുന്നുണ്ട് കൃപയാൽ. അതുകൊണ്ട് ചില കോളുകൾ എനിക്ക് മിസ്സായിട്ടുണ്ട്, ചിലത് എനിക്ക് സംസാരിക്കാൻ പറ്റാതെ പോയിട്ടുണ്ട്. അപ്പം ഞാൻ പലപ്പോഴും പറയുന്നത് എനിക്കൊരു വോയിസ് അയച്ചേക്കണം. അങ്ങനെ വോയിസ് അയക്കുമ്പോൾ ചിലർക്ക് ഇഷ്ടപ്പെടത്തില്ല. ചിലർ പറയും ബ്രദർ എടുക്കാത്തതുകൊണ്ടല്ല, ഞാൻ ചിലപ്പോൾ തിരക്കിലായതുകൊണ്ടായിരിക്കും, അല്ലെങ്കിൽ എനിക്ക് എടുക്കാൻ പറ്റാത്തൊരു സാഹചര്യത്തിലാണ്. ആ സമയങ്ങളിലാണ് ഞാൻ പലപ്പോഴും ഒരു വോയിസ് അയച്ചേക്ക് എന്ന് മെസ്സേജ് ഇടുന്നത്. കാരണം എനിക്ക് ആ സമയത്ത് കോൾ എടുക്കാൻ പറ്റാത്തൊരു അന്തരീക്ഷമായിരിക്കാം. അങ്ങനെ ഉള്ളപ്പോഴാണ് ഞാൻ ആ മെസ്സേജ് അയക്കുന്നത്. ഇന്നൊരു വോയിസ് അയച്ചിട്ടാൽ മതി, ഞാനത് എടുത്തോളാം. റിപ്ലൈ തരുന്നുണ്ട്. അത് കേട്ടിട്ട് ഞാൻ റിപ്ലൈ തരുന്നില്ല, ഞാൻ കേട്ടിട്ടുണ്ട്. അപ്പൊ തന്നെ പ്രാർത്ഥിച്ചിട്ടുണ്ട്. റിപ്ലൈ തരാൻ പറ്റാത്തൊരു സ്ഥലത്ത് വെച്ചായിരിക്കാം. എങ്കിലും നിങ്ങൾ പേടിക്കേണ്ടത്, കണ്ടിട്ടുണ്ട്. ധൈര്യത്തോടെ ഇരിക്കുക. കർത്താവ് കൂടെയുണ്ട്. യേശു ജീവിക്കുന്നു. നമ്മൾ തകർന്നു പോകത്തില്ല, നമ്മൾ നശിച്ചു പോകത്തില്ല. ഈ ദിവസങ്ങളിൽ ഈ വചനം കേട്ടപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായില്ല എങ്ങനെയാണ് പ്രശ്നങ്ങൾ മാറിപ്പോകുന്നത്. നിങ്ങൾക്ക് മനസ്സിലായെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഈ വചനം വീണ്ടും വീണ്ടും കേൾക്കുക. പ്രശ്നങ്ങളെ നിങ്ങൾ മാറ്റേണ്ട, പ്രശ്നം തന്നെ മാറിപ്പോകുന്ന വചനങ്ങളാണ് നാം കേട്ടത്. നമുക്ക് ഒരുമിച്ച് വിശ്വാസ പ്രഖ്യാപനങ്ങളെ ഏറ്റുപറഞ്ഞു പ്രാർത്ഥിക്കാം. സൗണ്ടുകളെ മ്യൂട്ട് ചെയ്താട്ട് നിങ്ങൾ ആയിരിക്കുന്ന ഇരിപ്പിടത്തിൽ നിന്നുകൊണ്ട് കർത്താവെ എനിക്കത് തന്നതിനായി നന്ദി പറഞ്ഞുകൊണ്ട് വചനം ചേർത്ത്, അറിയാലോ നിങ്ങളുടെ വിഷയവും വചനവും ചേർത്ത് നിങ്ങൾ അതിന് നന്ദി പറഞ്ഞു വേണം പ്രാർത്ഥിക്കാൻ. നിങ്ങളുടെ ജീവിതത്തിൽ അത് കാണാൻ ദൈവം സഹായിക്കും.
അതുണ്ടാകുവാൻ ദൈവം സഹായിക്കും. സൗണ്ടുകളെ മ്യൂട്ട് ചെയ്താട്ടെ. എവിടെയാണോ ഇരുന്നുകൊണ്ട് ഇപ്പൊ തന്നെ യേശുവിന്റെ നാമത്തിൽ അത് പറഞ്ഞാട്ടെ. അത് വെളിപ്പെടുകയാണ്, അത് വരികയാണ്.